തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി വിട്ടിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ എന്റെ പിതാവായ യേശുക്രിസ്തു നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ വീര്യപ്രത്തിലും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലൂടെ അങ്ങ് പ്രവർത്തിക്കുന്നതിനോട് നന്ദി പറഞ്ഞു പിതാവേ. ഒരിക്കൽ കൂടി ഞങ്ങളെ പൂർണ്ണമായി വിട്ടിരുന്ന സ്വർഗം തോന്നി ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനോട് ഞങ്ങൾ നന്ദി പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ അതിനാളുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, അങ്ങനെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വാസത്തോടെ ശക്തിയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. പ്രാർത്ഥിച്ച ബ്രദറിനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്റെ കൂടെ വിശ്വസിക്കുന്നവർ ഏറ്റുപറഞ്ഞാട്ടെ. വീഡിയോ ഓണാക്കാൻ കഴിയുന്നവരൊക്കെ ഓണാക്കിയാട്ടെ. കാൽവരി ക്രൂശിൽ എന്റെ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും കാൽവരി ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ എന്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ കർത്താവിന്റെ സമൃദ്ധി അനുഭവിക്കും. ഞാൻ വാരി വിതറി കൊടുക്കും, വായ്പ വാങ്ങത്തില്ല. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രവർത്തികളാൽ നടക്കുന്നല്ലോ. ഇന്ന് വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്നവരൊന്ന് നിങ്ങളെ സഹായിക്കട്ടെ. പലരും കാണുന്നതാണല്ലോ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മളെ സഹായിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. വൻ കൃപകളാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിന്റെ ആലോചനയ്ക്കും വലിയ അത്ഭുത രോഗസൗഖ്യങ്ങൾക്ക് കാലപ്പഴക്കം ചെന്ന രോഗങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതൊക്കെയും ഇന്ന് സൗഖ്യമാക്കുന്നതൊക്കെയും കാണുവാനും അനുഭവിക്കുവാനും ദൈവം ഇടയാക്കി. കർത്താവിന്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും കൂടെ ഇരിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ് നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് ആരോഗ്യം നമ്മുടെ അവകാശമാണ്. അതോടൊപ്പം തന്നെ സമൃദ്ധി നമ്മുടെ അവകാശമാണ്. ഉയർച്ച നമ്മുടെ അവകാശമാണ്. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. ആമേൻ. ഞാൻ വേഗത്തിൽ കർത്താവിന്റെ വചനത്തിലേക്ക് പോകുവാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. നമ്മുടെ അന്യഭാഷാ പ്രാർത്ഥന എറണാകുളത്ത് എന്നാന്ന് ഓർമ്മ വേണ്ടോ നിങ്ങൾക്ക്? ശനിയാഴ്ച. ആമേൻ. ഇപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. 29-ാം തീയതി നമുക്ക് ഈ വരുന്ന ഇനി 3-4 ദിവസം കൂടെ ഉള്ളു. 3-4 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥന ശനിയാഴ്ച അവിടെ ആരംഭിക്കുന്ന അന്യഭാഷാ പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് കണ്ണൂര് നമ്മുടെ പ്രാർത്ഥന ചേഞ്ച് ചെയ്തായിരുന്നു. കണ്ണൂരുള്ളവര് ഗ്രൂപ്പിലുള്ളവർ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 13-ാം തീയതി അല്ല, നമ്മളത് മാറ്റി. എന്നായിരുന്നു മാറ്റിയേക്കും? നമ്മള് ഇന്നത്തേക്ക് 27-ന് നമ്മുടെ പ്രാർത്ഥന മാറ്റിയിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇലക്ഷന്റെ റിസൾട്ട് അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് അവിടെ പ്രശ്നമില്ല, കാരണം ഞാൻ വെർച്വൽ ഇതിൽ ലൈവിൽ വരുന്നുണ്ട്. പക്ഷെ ഒട്ടുമുക്കാലും ആളുകൾ പറഞ്ഞു സാധാരണ നമ്മൾ പ്രാർത്ഥനകൾ അങ്ങനെ മാറ്റുന്നതല്ല, പക്ഷെ ആ ഒരു ടൈമിൽ ചിലപ്പോൾ ബസ് കിട്ടാൻ സാധ്യതകൾ കുറവാണെന്നും തിരിച്ച് വണ്ടി കിട്ടാൻ സാധ്യതയില്ല. കുറച്ച് ആളുകൾ, എന്നാൽ ആഗ്രഹത്തോടെയുള്ള ആളുകൾ പറയുവാൻ ഇടയായി തീർന്നു. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. നമ്മൾ ഈ അന്യഭാഷാ പ്രാർത്ഥന ലോകമെമ്പാടും കർത്താവിന്റെ നാമത്തിൽ ഒരു പരിശുദ്ധാത്മ നിയോഗ പ്രകാരമാണ്. അതായത് ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനോട് ബന്ധപ്പെട്ടാണ് ഈ പ്രയർ സ്റ്റേഷൻ എന്നുള്ള നിയോഗം കർത്താവ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സഭാ വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് ഇതിൽ പങ്കുചേരാം. ഒത്തിരി ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളുടെ സഭയിൽ ചിലപ്പോൾ ആ ഡേറ്റ് ഈ ഡേറ്റ് പ്രശ്നമാണ്, ആ ഡേറ്റിൽ സമ്മതിക്കത്തില്ല. ഞാൻ ആദ്യം തന്നെ പറയുന്നു, എനിക്ക് നമ്മൾ ഈ പ്രാർത്ഥനയിലേക്ക് നിർബന്ധമില്ല, ഇതിൽ പങ്കുചേരണമെന്ന് നിർബന്ധമില്ല. ആദ്യമേ പറയുകയാണ്, പ്രാർത്ഥനകളിൽ പങ്കുചേരുവാൻ നിർബന്ധമില്ല. സാഹചര്യമുള്ളവര്, ഹൃദയത്തിൽ ആഗ്രഹമുള്ളവര്, പരിശുദ്ധാത്മ പ്രേരിപ്പിക്കുന്നവര്. ഞാൻ ആദ്യമേ എപ്പോഴേ പറഞ്ഞു നമുക്ക് ആളെ കൂട്ടുക എന്നൊരു ലക്ഷ്യമില്ല.
ആളെ കൂട്ടി ഒരു പ്രോഗ്രാം ചെയ്യുന്നത് പോലെയോ എന്തെങ്കിലും നമുക്ക് ചെയ്യുന്ന ഒരു പരിപാടി അല്ല ഇത്. ഞാൻ പറഞ്ഞു 2 പേരെ ഉള്ളെങ്കിലും നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യും. അത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് സഭകൾ എതിർക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് ചിലരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയത്തില്ല. കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഭൂലോകത്തിന്റെ അറ്റത്തോളം പോകുക എന്നാണ്. സുവിശേഷവുമായിട്ട് ദൈവം നിങ്ങൾ അയക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ജീവിതം വലിയൊരു സാക്ഷ്യമാണ്. കാരണം എനിക്ക് പറയപ്പെട്ട വലിയ എടുത്തു പറയുന്ന ഒരു എഡ്യൂക്കേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇന്ന് ദൈവം മലയാളികളുടെ ഇടയിൽ മാത്രമല്ല മറ്റ് ഭാഷക്കാരുടെ ഇടയോടും അവരോടും ദൈവാത്മാവിൽ പ്രവചിക്കുവാൻ, അതായത് അവരോട് സംസാരിക്കുവാൻ, അവരോട് ഇടപെടുവാൻ പരിശുദ്ധാത്മാവിടെ. അപ്പം കാര്യം നമ്മുടെ ഉള്ളത്തിൽ ഒരു വിളി കിടപ്പുണ്ട്. ലോകം മുഴുവൻ പോകണം. പല ഭാഷക്കാരുണ്ട്. നമ്മുടെ ചിന്തിക്കും നമ്മുടെ കഴിവില്ല, നമുക്ക് പ്രാപ്തിയില്ല, ഞാനൊരു വീട്ടമ്മയാണ്, ഞാനൊരു സാധാരണക്കാരനാണ്, നമുക്ക് കഴിവ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ആ ആത്മനിയോഗത്തിന്റെ അകത്ത് കയറി കിട്ടിയാൽ, മീൻപിടുത്തക്കാരനായ പത്രോസ് ലീഹായിന് ഇന്ന് 2000 വർഷം കഴിഞ്ഞിട്ടും ചരിത്രം ഇന്നും ഓർക്കുന്നതിന്റെ കാരണം അഭിഷേകമാണ്. ലോകത്തെ ഇളക്കി മറിക്കുവാൻ കഴിയുന്ന അഭിഷേകം. പക്ഷെ അവര് വില കൊടുത്തു, വെറുതെ പിരക്കാതിരുന്നില്ല, അവര് വില കൊടുത്തു. വില കൊടുക്കുന്നവർക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞത് സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളത്, യാഗം ചെയ്യുക നമ്മളെ തന്നെ. ആമേൻ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ എക്സ്ക്യൂസുകൾ ഗ്രൂപ്പുകൾ ഇടരുത്. ഞാൻ ഗ്രൂപ്പ് ലോക്ക് ചെയ്തു. പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റാത്ത കാരണം പറയാൻ നമ്മളിത് സ്കൂളല്ല, ഇത് കാരണങ്ങൾ പറയുകയേ വേണ്ട. എക്സ്ക്യൂസുകൾ നിങ്ങൾക്ക് അത് പറ്റിയില്ല ബ്രദറെ, അതാണ് ഇതാണ് ഞാൻ എടുത്തു പറയണം. മുന്നോട്ടുള്ള എല്ലാ പ്രാർത്ഥനയും ഞാൻ പറയുന്നു, നമ്മൾ എക്സ്ക്യൂസുകൾ വേണ്ട. നിങ്ങൾക്ക് പറ്റിയില്ല, പ്രാർത്ഥനയ്ക്ക് വരാൻ സാഹചര്യം ഇല്ലായിരുന്നു, ഓക്കെ, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക, ദൈവം സാഹചര്യങ്ങളെ നമുക്ക് ഒരുക്കും, ആ അന്തരീക്ഷത്തെ നമുക്ക് ഒരുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നിർബന്ധമില്ല, നിങ്ങൾ വരുന്നവര് വരിക, പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നു. ചിലപ്പം ദൈവം ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കത്തില്ല ആ സമയത്ത്. ചിലപ്പോൾ നാളെ ദൈവം നിങ്ങളെ ഉപയോഗിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങൾ ദൈവം ഉപയോഗിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ഓർത്തോണം, യാഗമാകണം നമ്മൾ. ഹല്ലേലൂയ. എന്റെ കൂടെ ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. നമ്മൾ എപ്പോഴും യാഗമാണ്. നമുക്ക് ചിലപ്പം ഒരു കംഫർട്ട് സോണിൽ നമ്മൾ ചിലപ്പോൾ വിടേണ്ടി വരും. എപ്പോഴും പറഞ്ഞില്ലേ, ഒരു കംഫർട്ട് സോണിൽ നിന്ന് എപ്പോഴും വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കംഫർട്ട് സോണിലിരിക്കും. നമ്മൾ ഇന്ന് അനുഗ്രഹത്തെ പറ്റി പറയാൻ വേണ്ടി പോവാണ്. സ്പിരിച്വൽ യുദ്ധം, ആത്മയുദ്ധമാണ് നമ്മുടെ വിഷയം. അതൊക്കെ ഇതിനകത്ത് വരും. എപ്പോഴും നമുക്കൊരു കംഫർട്ട് സോണിൽ ഇരിക്കാൻ കഴിയത്തില്ല. കാര്യം അപ്പോസ്തലന്മാർക്ക് യഹൂദ നിയമപ്രകാരം അവരായിരിക്കുന്ന ഒരു സിനഗോഗ് ഉണ്ട്, യെരൂശലേം ദേവാലയം ഉണ്ട്, യഹൂദ കമ്മ്യൂണിറ്റി ഉണ്ട്. യേശു അവിടെ നിന്നാണ് അവരെ പുറത്തേക്ക് ഇറക്കുന്നത്. നിങ്ങൾക്കറിയാവോ, യഹൂദന്റെ കമ്മ്യൂണിറ്റി എന്നൊരു വ്യക്തി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാ. പിന്നെ അവരെ വീട്ടിൽ കേട്ടത്തില്ല, അവരെ നാട്ടിൽ കൊളരാത്തവനാണ്, കുടുംബത്തിൽ കൊളരാത്തവനാണ്, എല്ലാവരും ത്യജിക്കപ്പെടുകയാണ്. അപ്പൊ ശിഷ്യന്മാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 2 വള്ളത്തെ കാല് വെക്കാമായിരുന്നു. യേശുവിന്റെ, അതായത് ആ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു മനുഷ്യൻ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അകത്ത് ആ ഒരു പള്ളിപ്രമാണിയ മനുഷ്യൻ വന്ന് പറയുന്നത് പോലെ രാത്രി സമയത്ത് ആരും കാണാതെ യേശുവിന്റെ അടുക്കിലേക്ക് വന്നു, അല്ലേ? അപ്പൊ അതേപോലെ വേണേ വരാം. പക്ഷെ ശിഷ്യന്മാര് സാക്രിഫൈസ് ചെയ്തു. അവർക്കറിയാം ഞങ്ങൾ കല്ലേറ് കൊണ്ടേക്കാം, നിന്ദിക്കപ്പെട്ടേക്കാം, ഒറ്റപ്പെട്ടേക്കാം, പരിഹസിക്കപ്പെട്ടേക്കാം. പക്ഷെ അവര് വില കൊടുത്തത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഈ സുവിശേഷം കേൾക്കുവാൻ പറ്റി. ആരെങ്കിലുമൊക്കെ വില കൊടുക്കണം, ആരെങ്കിലുമൊക്കെ റിസ്ക് എടുക്കണം. നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ച് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്തേ പറ്റത്തുള്ളൂ, എവിടെയെങ്കിലുമൊക്കെ വില കൊടുത്തേ പറ്റത്തുള്ളൂ. ആ വിലയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നത്. പലർക്കും അത് അറിയത്തില്ല. അപ്പൊ എല്ലാം തികഞ്ഞ്, അതുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന ഒരിക്കലും മാറ്റത്തില്ലായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ സുധ സിസ്റ്ററോട് ഞാൻ 3-4 പ്രാവശ്യം സിസ്റ്ററെ അവിടെ എങ്ങനെയാണ് പ്രശ്നം? അപ്പൊ സിസ്റ്റർ പറഞ്ഞ് പ്രശ്നമില്ല, കുഴപ്പങ്ങളൊന്നുമില്ല. എന്നോട് പറഞ്ഞ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വണ്ടിത്തിരക്ക്. പക്ഷെ കുറച്ച് ആളുകൾ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞു, ബ്രദറെ തിരിച്ച് വണ്ടി കിട്ടാൻ സാധ്യതകൾ കുറവുണ്ട്, ഞങ്ങൾക്ക് ചില ഏരിയകളിൽ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതൊരു ഭൂരിപക്ഷം വന്നുകൊണ്ടാണ് മാറ്റിയത്. ഇനി അങ്ങനെ മാറ്റത്തില്ല, ഒറ്റ പ്രാവശ്യം അങ്ങനെ മാറ്റത്തുള്ളൂ. ഇനി ഒരു ഡേറ്റ് ക്രമീകരിക്കുന്നു, അതനുസരിച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ പ്രാർത്ഥനകളിൽ പങ്കുചേരുക. ഞാൻ വിശ്വസിക്കുന്നു ദൈവം തരുന്ന ഒരു ദിവസം അതിലൂടെ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളെയാണ് ദൈവത്തിൽ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പറ്റും. ഞാൻ പ്രാർത്ഥിക്കുന്ന എപ്പോഴും ഒരു കാര്യമാണ്, ദൈവഹിതമല്ലാത്തതെല്ലാം മാറിപ്പോണം. ദൈവഹിതമെല്ലാം ഉള്ളതെല്ലാം പറഞ്ഞു. എന്റെ പ്രാർത്ഥന എപ്പോഴും അങ്ങനെ, ആളുകളുടെ എണ്ണം ഞാൻ നോക്കാറില്ല. ദൈവഹിതമുള്ളതെല്ലാം വർണ്ണം കർത്താവേ, ദൈവത്തിന്റെ ഹിതം. ഇപ്പൊ നമ്മുടെ കൂടെ ദൈവാത്മാവ് ചേർക്കുവാൻ ആഗ്രഹിക്കുന്നില്ലാത്തവരെല്ലാം മാറിപ്പോട്ടെ, നമ്മളെ പിടിച്ചെടുത്തിട്ട് കാര്യമില്ല. ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് ഏച്ചു കെട്ടി മുഴച്ചു നിൽക്കുന്നത് പോലെ ആയിപ്പോവും. അതുകൊണ്ട് ദൈവാത്മാവിൽ എപ്പോഴും നിങ്ങളും കർത്താവേ, ദൈവഹിതമല്ലാത്ത എല്ലാ ബന്ധങ്ങളും മാറട്ടെ, ദൈവഹിതമുള്ളതെല്ലാം വരട്ടെ. അപ്പൊ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടായ്മയായിട്ട് ചേർന്ന് നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കണക്റ്റഡ് ആകും, ഇല്ല എങ്കിൽ അത് മാറിപ്പോകും. ചിലപ്പോൾ നിങ്ങളുടെ പദ്ധതി വേറെ ആയിരിക്കാം, നിങ്ങളെപ്പറ്റിയുള്ള പ്ലാൻ വേറെ ആയിരിക്കാം. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് വിശ്വാസത്തിന്റെ വചനത്തിലേക്ക് പോവാം.
അപ്പൊ ഇനി ആരും ഗ്രൂപ്പുകളിലേക്ക് കമന്റുകൾ ഇടണ്ട, ഞങ്ങൾക്ക് ഡേറ്റ് മാറ്റിയ എക്സ്ക്യൂസുകൾ പറഞ്ഞ് ആരും ഇടണ്ട. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ഇത് വലിയ യുദ്ധമാണ്. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം നമ്മുടെ സൗദിയിൽ നടന്ന പ്രാർത്ഥന വലിയൊരു സാക്ഷ്യം നമ്മുടെ ടിനു ബ്രദറിന്റെ ഭവനത്തിന്റെ അകത്തായിരുന്നു. സൗദിയിൽ നമുക്ക് അവിടെ ഹോൾ എടുക്കാന്നൊക്കെ അറിയാം. സൗദി രാജ്യത്ത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ വീടിന്റെ ഒരു ഹോൾ അദ്ദേഹം നമുക്ക് വേണ്ടി വിട്ടു തന്നു പ്രാർത്ഥനയ്ക്ക് വേണ്ടി. അവിടെ അവരൊരു ക്യാമറയും ടിവിയും സ്ക്രീനും എല്ലാം വെച്ചായിരുന്നു വെർച്വൽ മീറ്റിംഗും അന്യഭാഷ വെച്ചത്. ഞാൻ പറഞ്ഞല്ലോ, അന്യഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പോലും ദൈവം പ്രവചിക്കുവാൻ ഇടയായിത്തീരും. ദൈവം നമ്മളോട് സംസാരിക്കും. അവിടെ രോഗസൗഖ്യത്തിനിടയ്ക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ ആ സഹോദരി ഒരു വിശ്വാസി, എനിക്കൊന്ന് കേട്ടിടത്തോളം പുള്ളിക്കാരി അന്യഭാഷയുള്ള ആളല്ലായിരുന്നു, പക്ഷെ പ്രാർത്ഥനയ്ക്ക് വന്ന ആളായിരുന്നു ആ കൂട്ടത്തിൽ. എന്നാൽ ആ സഹോദരിക്ക് വർഷങ്ങളായിട്ട് നാളുകളായിട്ട് എന്തോ കൈക്ക് നീരും വേദനയുള്ള ആളായിരുന്നു. അപ്പൊ ടിനുപുരം രാവിലെ ഞാൻ മെസ്സേജ് കണ്ടത്, എല്ലാ ദിവസവും റൂംമേറ്റ് ആയ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവരും പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നു. എപ്പോഴും ഈ വേദന നിമിത്തം, ഒരു ജോലി ചെയ്യുന്ന നിമിത്തം വേദന പറയുമായിരുന്നു. പക്ഷെ കുറച്ച് ദിവസമായിട്ട് വേദന പറയുന്നില്ല. അപ്പോഴാണ് ആ സഹോദരി നോട്ടീസ് ചെയ്തത്, നിനക്ക് വേദന ഇല്ലല്ലോ. അപ്പോഴാണ് നോക്കിയപ്പോ കയ്യല നീരുമില്ല, വേദനയില്ല. അപ്പൊ ഇന്നു മുതലാണ് ഈ വേദന ഇല്ല വന്നപ്പോൾ അവർ ചിന്തിച്ചത് പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന്റെ രാവിലെ വരെ ഉണ്ടായിരുന്ന വേദന. അതിനുശേഷം അത് ഫീൽ ചെയ്തില്ല, പക്ഷെ ശ്രദ്ധിച്ചില്ല. പലപ്പോഴും അങ്ങനെ ശ്രദ്ധിച്ചില്ല. ആ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ നാലോചിച്ച് നോക്കി, കൂട്ടായ്മ ചെറിയ കാര്യമാണോ? നിങ്ങൾ പറ, കൂട്ടായ്മ ആചരിക്കുന്ന ചെറിയ കാര്യമാണോ? ആണോ? ആമേൻ. അപ്പൊ അതിനെ നിസ്സാരമായിട്ട് കാണരുത്. പറഞ്ഞതുപോലെ തന്നെ ഒരു അന്യഭാഷാ പ്രാർത്ഥനയായിട്ട് ഞാൻ ദൈവത്തിന്റെ മുന്നോട്ട് അത് ക്രമീകരണ അന്യഭാഷാ പ്രാർത്ഥനയിൽ ആരംഭിക്കുന്നതെങ്കിലും അതൊരു കൂട്ടായ്മയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. ദേശത്ത് ദൈവം, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയൊരു പകർച്ച കഴിഞ്ഞ ദിവസം ലഭിച്ചത്. നിങ്ങളുടെ ഉള്ളത്തിൽ ആ പ്രവചനവരം തുറന്നതും നിങ്ങളിലൂടെ പ്രാർത്ഥിച്ച് രോഗികൾ സൗഖ്യമാകുന്നതും നമ്മളിപ്പോൾ ലൈവായിട്ട് കണ്ടതൊക്കെ. അതുകൊണ്ടാണ് ഇത് എല്ലാ ദിവസവും തുടരും. ഇതിന്റെ പരിശുദ്ധാത്മാവിന്റെ ട്രെയിനിങ്ങിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആമേൻ. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് തന്നെ പോകുന്നു. പ്രവർത്തന പുസ്തകത്തിന്റെ അകത്ത് 28-ാം അധ്യായത്തിന്റെ തുടക്കത്തിലെ ചില വാക്യങ്ങൾ നിങ്ങൾക്ക് മുമ്പാകെ ഞാൻ വായിക്കാൻ വേണ്ടി പോകും. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഗ്രഹങ്ങളെ നാം പ്രാപിക്കുന്നത്? ശ്രദ്ധിച്ചോണം. അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ പ്രാപിക്കുവാൻ കഴിയും എന്ന വചന ചിന്തയാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. എപ്പോഴും പല ആളുകളും പറയുന്ന ഒരു പദമുണ്ട്, യേശുവിലേക്ക് വന്നു. യേശുവിലേക്ക് വന്നതിനു ശേഷം വചനങ്ങൾ കേൾക്കുന്നുണ്ട്, പല ദൈവദാസന്മാരുടെ ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, പല പ്രവാചകന്മാരെ കാണുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു ബ്ലെസ്സിങ്, അതായത് വചനപ്രകാരമുള്ള ഒരു ഉയർച്ചയിലേക്ക് കയറുവാൻ കഴിയുന്നില്ല. വീഡിയോ ഓണാക്കി ഉറങ്ങുന്നവരെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് വീഡിയോ ഓഫാക്കാവോ? ആമേൻ. ശ്രദ്ധിച്ചേ. അപ്പൊ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ, അപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസിന് പല ആൻസറുകളുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ വാക്തത്വങ്ങൾ, വചനങ്ങൾ നിങ്ങളിൽ പ്രവർത്തിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടി പോവാണേ. ശ്രദ്ധിച്ചിരുന്നോണേ. അപ്പൊ പ്രാർത്ഥിക്കുന്ന ബ്രദറിന്റെ കുഴപ്പമാണ് നമ്മൾ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ബ്രദറിന്റെ കുഴപ്പമല്ലായിരുന്നു. അവസാനം പറഞ്ഞു നമ്മൾ ദൈവത്തിന്റെ കുറ്റം വരെ ആയിട്ടുണ്ട്. ഇനി അതെല്ലാം അല്ല കാരണം. എന്താണ് കാരണം? വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമാണ്. ആമേൻ. യേശുക്രിസ്തു പറഞ്ഞു, ലോകത്തിൽ കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം അത്രേ. 2, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ ഒരു യുദ്ധത്തിലാണ്. ഒരു വിശ്വാസി ആയിക്കോട്ടെ, അവിശ്വാസി ആയിക്കോട്ടെ, നമ്മൾ കാണാത്ത ഒരു അദൃശ്യ ലോകമുണ്ട്, ഇൻവിസിബിൾ വേൾഡ് ഉണ്ട്. നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യമായ ഒരു ലോകമുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചില വിഷയങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വാക്ക് വീണ്ടും പറയുന്നു. 18 വർഷമായിട്ട് കൂനിയായ ഒരു സ്ത്രീ യേശു വന്നിട്ട് പറഞ്ഞു, 18 വർഷമായി നിന്നെ കൂനിയാക്കി ബന്ധിച്ച ബന്ധനത്തെ യേശു അഴിച്ചു. അപ്പൊ എന്റെ ചോദ്യം, ഇത്രയും നാള് നമ്മൾ ഓർത്തുകൊണ്ടിരുന്നത് ആന്റിക്ക് കൂനാന്ന. യേശു പറഞ്ഞു കൂനല്ല, രോഗത്തിന്റെ ഒരു ആത്മാവ്. കണ്ടോ? രോഗത്ത് പിശാച് എന്ത് ചെയ്തു? 18 വർഷമായി അവളെ ബന്ധിക്കുക. അപ്പൊ നമുക്ക് കാണാൻ പറ്റിയോ? നിങ്ങൾ പറയേ, നമുക്ക് ആർക്കെങ്കിലും കാണാൻ പറ്റിയോ അമ്മച്ചിക്ക് കൂനിന്റെ പുറയിൽ ഒരു പിശാച് ഉണ്ടെന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റിയില്ല. നമുക്ക് ഈ നമ്മളെ ഫ്രൈഡേ മീറ്റിംഗ് പ്രത്യേകിച്ച്
ഈ നമുക്ക് ലീഡേഴ്സായിട്ട് എല്ലാവരും ട്രെയിൻ ചെയ്യുന്ന മീറ്റിംഗിന്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങളുടെ സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആയി കഴിയുമ്പോൾ കുറച്ച് പേരുടെ ഇപ്പൊ തുറന്നുകൊണ്ട് നിങ്ങൾക്ക് ദർശനങ്ങൾ കാണാൻ പറ്റുന്നത്, ഇന്ന് നിങ്ങൾക്ക് പല ജീവികളെ മീൻസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈവിൽ സ്പിരിറ്റിന്റെ വേൾഡും നിങ്ങൾക്ക് സ്പിരിച്വൽ വേൾഡും നമ്മിൽ കാണാൻ പറ്റും. നിങ്ങൾ കാണാത്ത, അതായത് നിങ്ങൾ ഇത്ര നാൾ സ്വപ്നത്തിലൂടെ കണ്ടത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്വർഗീയ കാഴ്ചകൾ, സ്വർഗീയ വ്യക്തിത്വങ്ങൾ, കെരൂബുകൾ, ഇവരെയൊക്കെ കാണുവാൻ നിങ്ങൾക്ക് പറ്റും. നഗ്ന നേത്രം കൊണ്ട് കാണുവാൻ പറ്റും. ഞാൻ അതിന്റെ കാര്യങ്ങളെ പറ്റി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലീഡേഴ്സ് മീറ്റിംഗിൽ അത് കുറച്ചും കൂടെ നമ്മളൊരു ആ മൈൻഡ് നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് അത് കണക്റ്റഡ് ആകത്തുള്ളൂ. ആമേൻ. അപ്പൊ ഇവിടെ നോക്കുക, അപ്പൊ നമ്മൾ കാണാത്തൊരു ലോകമുണ്ട്. ശ്രദ്ധിച്ചോണം. ആവർത്തന പുസ്തകം 28:2 പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഗർഭഫലവും കൃഷിഫലവും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ എല്ലാം അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു. എന്നാൽ പത്രോസ് ലീഹായുടെ ലേഖനത്തിൽ പറയുന്നു, അനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു, ക്രിസ്തുവിലൂടെ നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് ലഭിച്ചിരിക്കുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ക്രിസ്തുവിനോട് കൂടെ സകലതും നമുക്ക് നൽകിയിരിക്കുന്നു. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലാതെ എന്റെ ജീവിതത്തിൽ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത് വെച്ച് കഴിഞ്ഞാൽ, ദൈവം അനുഗ്രഹങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ ആക്കി വെച്ചിരിക്കുന്നു. ആ രീതിയാണ് വചനം. വചനത്താൽ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ബൈബിളിലെ വചനങ്ങളെ, അനുഗ്രഹങ്ങളെ മുഴുവൻ വചന രൂപത്തിൽ ദൈവാക്കി വെച്ചിരിക്കുന്നു. ഈ വചനത്തിനൊരു പ്രത്യേകത, നമ്മൾ ഈ ദൈവവചനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കേട്ടു, ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികൾ നമ്മളായിത്തീരണം, അല്ലെ? അനുകാരികളായിത്തീരണം. ഇത് നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കുക, എന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ നീ ഒരു അനുഗ്രഹമായി തീരും. അപ്പൊ അനുഗ്രഹം നമുക്കുണ്ട്. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, എന്റെ കൊട്ടയും, നമുക്കറിയാം കൊട്ടയും മാവുകയും തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും, വയലിൽ അനുഗ്രഹിക്കപ്പെടും, കൃഷിഫലവും ഗർഭഫലവും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് വരുന്നു, യഹോവ എന്റെ കളപ്പുരകളെ നീ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. ആൾക്കാർ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ജോലിയിലും ബിസിനസ്സിലും വർധന ഉണ്ടാകുവാൻ ഞങ്ങൾക്ക് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലുണ്ട്. പല ആൾക്കാരും പറയും, ഞങ്ങളുടെ ജോലി നല്ലതായിട്ട് പൊക്കോണ്ടിരുന്ന ജോലി, ബിസിനസ് പെട്ടെന്ന് അങ്ങ് ഡള്ളായി പോയി, പെട്ടെന്ന് അങ്ങ് തകർന്നു പോയി, പെട്ടെന്ന് ഫിനാൻഷ്യൽ മേഖല അങ്ങോട്ട് ബ്ലോക്ക് ആയിപ്പോയി, പ്രത്യേകിച്ച് മൊത്തത്തിൽ ഞങ്ങൾ അങ്ങ് സ്റ്റക്കായി നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, എല്ലാ മേഖലയ്ക്കകത്തു നിന്നും ബ്ലോക്കായി നിൽക്കുക. ഇങ്ങനെ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ആമേൻ. ആദ്യം മനസ്സിലാക്കണം, വിശ്വാസ ജീവിതം യുദ്ധമാണ്. കേട്ടോണം, യുദ്ധം എന്ന് പറഞ്ഞാൽ ആയുധമുള്ള വ്യക്തിയും ആയുധമില്ലാത്ത വ്യക്തിയും തമ്മിലുള്ള യുദ്ധമാണ്. ആയുധമുള്ളത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമക്കൾക്ക്. നമ്മളെ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചോണെ, 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, കർത്താവിൽ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് അവന് ശക്തിയില്ല. കേട്ടോണെ, അവന് ആയുധമില്ല, അവന്റെ തന്ത്രത്തോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. അടുത്ത വാക്യത്തിൽ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും. നോക്കി, ഞാൻ ചോദിച്ചോട്ടെ, ഈ നിങ്ങളിപ്പോ 18 വർഷമായിട്ട് കൂനിയായ അമ്മച്ചീനെ ബന്ധിച്ചിട്ടൊക്കെ ദുരാത്മാവ്, അല്ലെങ്കിൽ ലഗ്യോൻ 6000 ഭൂതമുള്ള ദുരാത്മാവ്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിൽ എവിടെയെങ്കിലും കയറി ഒരു ദുരാത്മാവ് കയറി ഇരുന്നാൽ എങ്ങനെ മനസ്സിലാവും അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്? എങ്ങനെ മനസ്സിലാവും? എങ്ങനെ മനസ്സിലാവും? യേശുക്രിസ്തുവിന് ഈ അമ്മച്ചിയെ കണ്ടപ്പോ തന്നെ മനസ്സിലായി, ഇത് രോഗമല്ല. എന്റെ കൂടെ പറഞ്ഞോട്ടെ, രോഗമല്ല, ഇത് ബന്ധനമാന്ന് പറ. കണ്ടോ, യേശുവിന് മനസ്സിലായി. ഇപ്പൊ ഇതുകൊണ്ടാണ് പിശാചിന്റെ തന്ത്രം, ശ്രദ്ധിച്ചോണെ, നമുക്ക് പലപ്പോഴും പിശാചിന്റെ തന്ത്രങ്ങൾ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയാം, പിശാചിന്റെ തന്ത്രങ്ങളെ നമുക്ക് പലപ്പോഴും അറിയത്തില്ല. ഇവനെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന നമുക്ക് അറിയത്തില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞു, ആത്മീയ കണ്ണുകളെ പ്രകാശിക്കുന്ന ഒരു വ്യക്തിക്ക് വ്യക്തമായി കാണാൻ പറ്റും. ഇനി ആത്മീയ കണ്ണ് നിങ്ങൾക്ക് പ്രകാശിച്ചിട്ടില്ല, എങ്ങനെ ബ്രദറെ എനിക്ക് മനസ്സിലാവും? അത് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ ഏറ്റവും വലിയ കാര്യം, എങ്ങനെ ഇത് ഉപയോഗിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചിരുന്നോണെ. ഒന്ന്, നമ്മളൊരു അദൃശ്യ മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത
പിശാചിന്റെ തന്ത്രം. അപ്പൊ ഇവൻ പ്രവർത്തിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മേഖലയിലല്ല, അദൃശ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ പുറകെ വന്ന് ഇൻവിസിബിൾ ആയിട്ട് അദൃശ്യനായ ഒരു വ്യക്തി നിന്നാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, അല്ലെ? പക്ഷെ ഒരു ദൃശ്യമായ ഒരു വ്യക്തിത്വം വന്ന് നമ്മുടെ മുമ്പിൽ നിന്നാൽ നിങ്ങൾക്ക് എന്നെ കൊണ്ട് വിശേഷം നമ്മൾ ചോദിക്കും, അല്ലെ? കാണാൻ പറ്റും. ഇപ്പൊ പലപ്പോഴും പ്രവചനം വരെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയത്തില്ല 10-20 വർഷം മുമ്പ് നടന്ന ഒരു കാര്യം, ആ കാര്യം വെളിപ്പെടുത്തുമ്പോൾ പലരും ചോദിക്കും, ബ്രദറെ ഇതെങ്ങനെ മനസ്സിലായത്? കാര്യം ഞാനും എന്റെ ഭർത്താവിനും മാത്രം അറിയാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നടന്നൊരു കാര്യമാണ്. അത് നടന്നിട്ട് 10-20 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. പക്ഷെ 2020 ചെന്നുകൊണ്ട് ബ്രദർ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്ന കാര്യം ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ട്. പണ്ടൊരു സൗകര്യ സാക്ഷ്യം പറഞ്ഞില്ല, ഒരു കാര്യം വെളിപ്പെട്ടപ്പോഴേക്കും അവര് വീടിന്റെ ഉത്തരത്തെ പോയി തപ്പിയപ്പോൾ അങ്ങനെ ഒരു സാധനം ഇരിപ്പുണ്ട്. എത്ര പേര് അത് കേട്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അവിടെ പോയി തപ്പിയപ്പോഴാണ് ആ സാധനം അവിടെ ഇരിപ്പുണ്ടെന്ന് മനസ്സിലായത്. ഞാൻ പോലും അത് മറന്നുപോയി. അപ്പൊ എങ്ങനെ ഇത് കാണാൻ പറ്റുന്നുണ്ട്? അപ്പൊ നമുക്ക് ആത്മീയനായ ഒരു വ്യക്തിക്ക് അദൃശ്യ ലോകത്തിൽ സഞ്ചരിക്കുവാൻ കഴിയും. ആ വ്യക്തിക്ക് സ്പിരിച്വൽ യാത്രകൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്തിരുന്ന് മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെ കാണാൻ പറ്റും. എവിടെയാണോ ബ്ലോക്ക് ഉള്ളത് അവിടെ ചെന്ന് അതിനെ ബ്ലോക്ക് ചെയ്യുവാൻ നമുക്ക് കഴിയും. ആത്മാവിൽ നിങ്ങൾക്ക് അത് കഴിയും. അതിന്റെ കാര്യങ്ങളെ പറയുന്നുണ്ട്. നോക്കിക്കേ, അപ്പൊ ഈ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർക്കുക. നോക്കിക്കേ, അവനെ എതിർക്കുക. നോക്കി, അവനെ എതിർക്കുമ്പോൾ ശ്രദ്ധിച്ചോ, അവൻ ആയുധമില്ല, നിങ്ങൾക്കാണ് ആയുധമുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ നോക്കിക്കേ, യഹോവ എന്റെ കളപ്പുരകളെ, ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹം. എപ്പോഴും ഓർത്തണം, അനുഗ്രഹം. ഒരു വിശ്വാസിക്ക് ദൈവം വെച്ചിരിക്കുന്നത് അനുഗ്രഹമാണ്, ശാപമല്ല. എന്നാൽ പല ആൾക്കാരും പ്രസംഗിക്കും അനുഗ്രഹത്തിൽ ഒന്നുമല്ല കാര്യം. അത് യഥാർത്ഥത്തിൽ പിശാചിനാൽ പൊസസീവായിട്ട് പ്രവചിക്കുന്ന വാക്കുകളാണ്, ദൈവത്തിൽ നിന്ന് വരുന്ന വാക്കല്ലത്. അത് കൈയടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അനുഗ്രഹത്തിലാണ് കാര്യം. ബൈബിൾ പറയുന്നു, യഹോവ അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുക. അപ്പൊ അതിന് വിരോധമായി നമ്മൾ സംസാരിക്കുമ്പോൾ യഹോവയ്ക്ക് വിരുദ്ധമായി നിങ്ങൾ ആമേൻ പറയുന്നു, യഹോവയ്ക്ക് വിരോധമായി നിങ്ങൾ ആയുധം എടുക്കുന്നു. ശ്രദ്ധിച്ചോണേ. ഇത് നോക്കിക്കോണം, നിങ്ങളൊരു വചനം പറയുന്ന സമയത്ത് ഒരു വചനം നിങ്ങൾ ഇപ്പൊ ഉദാഹരണം പറയാം, കർത്താവ് എന്റെ ജീവിതത്തിൽ ഫിനാൻഷ്യലി ഞാൻ ബ്ലോക്കായി നിൽക്കുന്നു. ഏതുമായിക്കോട്ടെ, അനുഗ്രഹം എന്ന് പറയുന്നത് എന്തുവാകാം, കുടുംബ വിഷയമായിക്കോട്ടെ, ജീവിതത്തിലായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, തലമുറയായിക്കോട്ടെ, നന്മയായിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു തടസ്സമുണ്ട്. എന്റെ കൂടെ പറഞ്ഞോട്ടെ, എന്റെ മുമ്പിൽ ഇപ്പോൾ ഒരു തടസ്സമുണ്ടെന്ന് പറ. ആ തടസ്സമുള്ളത് കൊണ്ടാണ് എനിക്കത് കാണാൻ കഴിയാത്തത്. എന്റെ അനുഗ്രഹത്തെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം എനിക്ക് ആ തടസ്സമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റേത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അനുഗ്രഹം കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇനി എങ്ങനെയാണ് ആത്മമണ്ഡലം പ്രവർത്തിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു വാക്യം എടുക്കാം. അതിനായിട്ട് നമുക്ക് സങ്കീർത്തനത്തിന്റെ ഒരു വാക്യമുണ്ട്. എന്റെ ശത്രുക്കളെ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ആദ്യം മനസ്സിലാക്കണം, ഇവിടെ ഒന്നാമത്തെ കാര്യം പറയുന്നു, എന്റെ തലയെ അഭിഷേകം. ഇത് ആടിനോട് ഉപമിച്ചാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞതെങ്കിലും നമ്മുടെ തലമേൽ വെച്ചിരിക്കുന്ന അഭിഷേകത്തിന് പ്രത്യേകത ഉണ്ട്. ഇത് കവിയുന്ന അഭിഷേകമാണ്, ഇത് കവിയുന്നതാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്റെ പുറകേ വരും. അനുഗ്രഹത്തിന്റെ പുറകെ ഞാൻ ഓടണ്ട, അനുഗ്രഹം എന്റെ പുറകേ വരും. പക്ഷെ എന്തുകൊണ്ട് ബ്രദറെ പറ്റുന്നില്ല? ഞാൻ പലപ്പോഴും വിശ്വാസം പറഞ്ഞ് ലജ്ജിച്ചു പോവാ പലരുടെ മുമ്പിൽ. ഞാൻ ആ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് പലപ്പോഴും, ഞാൻ എല്ലാം വിശ്വസിച്ചിട്ടും പലപ്പോഴും നിരാശകളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്താണ് കാരണം? ആദ്യം മനസ്സിലാക്കണവേ, വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുകയാണ്. അദൃശ്യ മണ്ഡലത്തിൽ നിന്നുകൊണ്ട്, ദൃശ്യമായ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് അദൃശ്യ ലോകത്തിൽ ഞാൻ ഫൈറ്റ് ചെയ്യുകയാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണമേ. ഇവിടെ ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ വാക്യം വായിച്ചിട്ട് വേഗത്തിൽ വരാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറഞ്ഞ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഈ വാക്ക് ശ്രദ്ധിച്ചോണേ, ഭൂമി പാഴായിരുന്നു, വേസ്റ്റ് ആയിരുന്നു, ശൂന്യമായിരുന്നു. ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവിടെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അടുത്ത വാക്യം, ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. അടുത്ത വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ദൈവം ഒരു വിധാനമുണ്ടാക്കി.
വിധാനത്തിലുള്ള വെള്ളവും വിധാനത്തിലേക്കുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അപ്പൊ എന്റെ ഒരു ചോദ്യം, ദൈവം ഇത്രയും നല്ല മനോഹരമായ ഭൂമിയെ നിർമ്മിച്ചത് എവിടുന്നാ എന്ന് പറ? ഇങ്ങനെയുള്ള സ്ഥലത്തുനിന്നാ? പാഴും ശൂന്യവുമായ പാഴും ശൂന്യവുമായി കിടന്ന ഒരു സ്ഥലത്ത് നിന്നും ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചെടുത്തു. അപ്പം ഒരു സാധ്യതയും ഇല്ലാത്തടത്തു നിന്നാണ് നിങ്ങൾ വിശ്വാസത്താൽ പറയാൻ തുടങ്ങുന്നത്. നിങ്ങൾ യുദ്ധം ചെയ്യുകയാണ്, നിങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഓർക്കുന്നത്, ബ്രദറെ, ഞാൻ വചനമൊക്കെ പറയുന്നുണ്ട് ബ്രദറെ, പക്ഷെ എന്റെ ജീവിതത്തിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. ശ്രദ്ധിച്ച്, ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണേ. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്. ശ്രദ്ധിച്ച്, ഇവിടെ നോക്കിക്കേ, പാഴും ശൂന്യവുമായി കിടന്ന ഈ സ്ഥലത്തുനിന്നും തമ്പുരാൻ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചു, ഈ വാക്ക് മറക്കരുത്. ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് കണ്ടു. ഇരുളും വെളിച്ചം തമ്മിൽ ദൈവം കംപ്ലീറ്റ് കാര്യങ്ങളെ നിർമ്മിച്ചു. ഇങ്ങനെ ദൈവം നിർമ്മിച്ചത് പറ? ഇങ്ങനെ ദൈവം ഭൂമിയെ ഇങ്ങനെ നിർമ്മിച്ചത് എങ്ങനെയാ? ഇത് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു വെളിച്ചമുണ്ടാകട്ടെ. ഇനി എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം വാക്യത്തിൽ പറയുന്നു ദൈവം ഈ കാണുന്ന ലോകത്തെ, പാഴും ശൂന്യമായി കിടന്ന ഈ ലോകത്തെ ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറി ദൈവം ലോകത്തെ വചനത്താലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നോക്കിക്കേ. പക്ഷെ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പം വചനം എന്നൊരു വാക്കേ ഇല്ല. യഹോവയായ ദൈവം എന്ത് ചെയ്തു? പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. ഇവിടെ പക്ഷെ എബ്രായ ലേഖനം പറയുന്നു തമ്പുരാൻ വചനത്താലാണ് നിർമ്മിച്ചത്. നോക്കിക്കേ. അപ്പൊ ഇല്ലാത്തൊരു കാര്യത്തെ നിർമ്മിക്കുവാൻ വചനത്തിന് കഴിയും. എബ്രായ ലേഖനം പറയുന്ന ദൈവം വചനം കൊണ്ടാണ് ലോകത്തെ നിർമ്മിച്ചത്. എന്നാൽ ഉൽപ്പത്തി പറയുന്നു ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നത് വചനമാണ്. ആ വാക്ക് തന്നെയാണ് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവമായ യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. ഇത് വചനമാണ്. ഇതിന്റെ പ്രത്യേകത, നിങ്ങൾ ഇപ്പോ ഇരിക്കുന്നത് പാഴും ശൂന്യവുമായ ഒരവസ്ഥയിലാണ്. ഇനി ശ്രദ്ധിച്ചോണം, നമുക്ക് കാണാത്ത അദൃശ്യമായ പല കാര്യങ്ങളും ഉണ്ട്. അദൃശ്യമായ ബ്ലോക്കുകളുണ്ട്. ശ്രദ്ധിച്ചോണേ, അദൃശ്യമായ തടസ്സങ്ങളുണ്ട്. ആദ്യം മനസ്സിലാക്കണമേ, അദൃശ്യമായി എന്തൊക്കെയോ ഉണ്ട്, എവിടെയൊക്കെയോ തടസ്സങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോണേ, ഇവിടെ ദൈവം എന്ത് ചെയ്തു? പാഴും ശൂന്യമായി നിൽക്കുന്ന ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ സ്ഥലത്ത് നോക്കിയോട് തമ്പുരാൻ പറയുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, കൽപ്പിച്ചു. ലേഖനം പറയും ദൈവം വചനത്താൽ നിർമ്മിച്ചെടുത്തു. അപ്പൊ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന വചനം, ആ വചനം ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ശൂന്യമായ പാഴായിരിക്കുന്ന അന്തരീക്ഷത്തിന്റെ അകത്തു നിന്നും അത്ഭുതത്തെ സൃഷ്ടിക്കുവാൻ കഴിയും. ആമേൻ. ഇനി എഫേസ്യ ലേഖനത്തിലേക്ക് നമുക്ക് ഓടി വരാം. എഫേസ്യ ലേഖനത്തിൽ പറയുന്നു പിശാചിന്റെ തന്ത്രങ്ങൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ. ഇവന്റെ ശക്തി അവിടെ പറയുന്നില്ല, തന്ത്രങ്ങളുണ്ട്. ആമേൻ. ഇനി ഞാനൊരു തന്ത്രം പറഞ്ഞു തരാം. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം നിങ്ങൾ വായിക്കുന്ന സമയത്ത് അവിടെ ഈ ദൈവം ഒറ്റ വാക്ക് പറഞ്ഞു, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട തമ്പുരാൻ ദൈവങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം, പരസംഗം ചെയ്യരുത്. പരസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും എന്ത് ചെയ്യരുത്? നിങ്ങൾ പോകുന്ന വഴി നാനാ ജാതിക്കാർ, വംശക്കാർ ഒത്തിരി പേരുണ്ട്. അവിടെ സുന്ദരികളായ സഹോദരിമാര് കാണും, സുന്ദരന്മാരായ ചെറുപ്പക്കാർ കാണും. നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഒത്തിരി ആൾക്കാർ അവിടെയുണ്ട്. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? അവരുടെ ഇടയിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്? ആണിനെയോ പെണ്ണിനെയോ വിവാഹം ചെയ്യാൻ എടുക്കരുത്. പരസംഗം ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യാ മതി? നിങ്ങൾ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ. ദൈവം പറഞ്ഞതാണ്. കാര്യം ദൈവത്തിന് അവരെ ഒരു പ്രത്യേക ജാതിയാക്കി മാറ്റണം ലോകത്തിന്. ആമേൻ. പക്ഷേ ഇവരത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചെങ്കിലും ഇവരത് ചെയ്തില്ല. ഇവർ പരസംഗം ചെയ്യാതെ പോയ സമയത്ത് ബിലയാം എന്ന് പറയുന്ന ദുർമന്ത്രവാദി ഇവരെ ശപിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ദൈവം അദ്ദേഹത്തെ തൊട്ടു, അവന്റെ നാവിനെ തൊട്ടു, അനുകൂലമാക്കി അവരുടെ കൂടെ കൂടി. ഇവിടെ കൂടെ കൂടിയെങ്കിലും ബിലയാമിന്റെ സ്വഭാവം മാറിയില്ല. ബിലയാമ് പയ്യെ ഇവരോട് പറഞ്ഞു, യഹോവ അങ്ങനെയൊക്കെ പലതും പറയും,
യഹോവ പറഞ്ഞ വാക്കിന് വിരോധമായി അവിടെയുള്ള ചെറുപ്പക്കാരിമാരെയൊക്കെ എന്ത് ചെയ്യും? ഇവൻ കയ്യിലെടുത്തിട്ട് പോകുന്ന വഴിയിൽ എന്ത് ചെയ്തു? ഇവൻ അവരെ പരസംഗം ചെയ്യുവാൻ, പല വംശത്തിൽ നിന്നും പല സ്ത്രീകളെ വിവാഹത്തിലേക്ക് കയറുവാൻ ക്ഷണിക്കുവാൻ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരോധമായി എന്ത് ചെയ്തു? നോക്കിയപ്പോ യഹോവ ലക്ഷക്കണക്കിന് ആൾക്കാർ പോകുന്ന കൂട്ടത്തിൽ ഒരു 10 പേര് കയറി ആരെങ്കിലും അറിയോ? ഇല്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനിടയിൽ ഒരു 10 പേര് വന്ന ആരും അറിയത്തില്ല. ബിലിയാം ഇവരെ പറ്റിച്ചു. ദൈവം പറഞ്ഞതിന് വിരുദ്ധമായിട്ട് എന്ത് ചെയ്തു? പല സ്ത്രീകളെയും പുരുഷന്മാരെയും ഇവർ വിവാഹം ചെയ്തു. എന്നാൽ യഹോവ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പറഞ്ഞതിന് വിരോധമായി. കണ്ടോ, ബിലയാമിന്റെ വാക്ക് കേട്ടു നിങ്ങൾ. ഇതാണ് അവന്റെ തന്ത്രം. വളരെ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ ഒരു വചനം പറയുവാൻ, നിങ്ങൾ ഒരു വിശ്വാസി എന്ന് പറഞ്ഞ യുദ്ധത്തിന്റെ അകത്ത് നിൽക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നല്ല പോർ പൊരുതി ഓട്ടം തികഞ്ഞു. പലയിടങ്ങളിലും യുദ്ധ സമാനമായ വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ കാരണം ഒരു വിശ്വാസി എന്ന് പറയുന്നത് യുദ്ധത്തിലാണ്. ഈ യുദ്ധത്തിന്റെ പ്രത്യേകത, ആയുധമുള്ളവനോടല്ല നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്. എന്റെ കൂടെ പറഞ്ഞാട്ടെ, ആയുധമുള്ളവനോടല്ല ഞാൻ യുദ്ധം ചെയ്യുന്ന പറ. പകരം തന്ത്രങ്ങളോടാ യുദ്ധം ചെയ്യുന്നത്. നിങ്ങൾ തന്ത്രങ്ങളോട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ തന്ത്രത്തിന്റെ പ്രത്യേകത അദൃശ്യ മണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്. നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിങ്ങൾ ഈ വാക്ക് നോക്കിക്ക്, പത്രോസ്ലീഹയുടെ ലേഖനം നോക്കി, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ. ഇത് വലിയൊരു പോയിന്റ് ആണ്. പലപ്പോഴും നമ്മളിങ്ങനെ ചൊടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മളെ പ്രകോപിപ്പിക്കുന്ന ആൾക്കാരുണ്ട് വിശ്വാസ ജീവിതത്തിലും ജോലി സ്ഥലത്തും ബിസിനസ്സിലും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കഴിവതും ഈ ഷെയർ കൂടി പല പരിപാടിയും ചെയ്യാതിരിക്കുക. ഏറ്റവും നല്ലത് ഞാൻ പറയാം. ദൈവമക്കള് നല്ലൊരു സജഷൻ ആണ്. നിയോഗം ഉണ്ടേ ചെയ്യുക. പരിശുദ്ധാത്മാ പറയും ഇന്ന ആളുമായിട്ട് കൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓക്കെ, ദൈവ നിയോഗപ്രകാരം ചെയ്യുക. അല്ല എങ്കിൽ ഷെയർ കൂടി ചെയ്യരുത്. പ്രത്യേകിച്ച് ഈ വിശ്വാസി അല്ലാത്ത ഒരാളുടെ ഷെയർ കൂടാൻ വേണ്ടി നിങ്ങൾ മാക്സിമം പോകരുതേ. നിയോഗം ഉണ്ടേ പോവുക. ദൈവത്തോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് പോസിറ്റീവ് വന്നാൽ ചെയ്യുക, ഇല്ലെങ്കിൽ പോകരുത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ജനത്തെ ആവർത്തന പുസ്തകത്തിൽ 22-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ ഒരു വാക്കോടെ പറയുന്നുണ്ട്. ആമേൻ. ഇവിടെ വാക്ക് നോക്കിയാൽ, നീ ചെല്ലുന്ന പട്ടണത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹമാക്കി മാറ്റും. ഏത് പട്ടണത്തിൽ ചെന്ന് നോക്കിക്കേ, നീ ഏത് പട്ടണത്തിലാണോ ചെല്ലുന്നത് ആ പട്ടണത്തിൽ ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. അപ്പൊ ദൈവത്തിന്റെ പ്ലാൻ എന്നെ അനുഗ്രഹമാക്കി മാറ്റണം. വിശ്വാസ ജീവിതത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു അനുഗ്രഹമാണ്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റാത്തതിന്റെ കാര്യം, നമ്മുടെ എല്ലാ നന്മകളും നോക്കിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ഭൂമി പാഴും ശൂന്യമായിരുന്നു, ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഭൂമിയിൽ തന്നെയല്ലേ വെളിച്ചം വന്നതാണോ അല്ലയോ? അതെ. അപ്പൊ പാഴായി കിടന്നതിന്റെ അകത്ത് വെളിച്ചം വന്നു, സസ്യങ്ങൾ വന്നു, മൃഗങ്ങൾ വന്നു. എന്റെ ചോദ്യം, എവിടുന്ന് വന്നു? വചനത്താൽ വന്നു. അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തത് വചനത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിർമ്മിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണേ, നിങ്ങൾ ഈ വചനം പറയുന്ന സമയത്ത് ആദ്യം ഓർത്തോണേ, ഞാൻ ഈ നന്മകളെ വലിച്ചടിപ്പിക്കുകയാണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാൻ വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നറിയാവോ? ഈ വലിച്ചടിപ്പിക്കുമ്പോൾ എന്തുണ്ടാവും? പിശാചിന്റെ തന്ത്രങ്ങളെ ഞാൻ എതിർക്കുകയാണ്. ഇതിനിടയിൽ തന്ത്രങ്ങൾ ഉണ്ടാകും. തന്ത്രങ്ങൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിന്റെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി ഉയർന്നു വരുന്നതിനെ പൗലോസ്ലീഹ പറഞ്ഞ, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ അവർ വാർഫെയർ വെപ്പൺസ് ആർ നോട്ട് കാർണൽ. വാർഫെയർ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വാക്കാതല്ലേ. ഞങ്ങളുടെ പോരിന്റെ ആയുധം, ഞങ്ങളുടെ യുദ്ധത്തിന്റെ ആയുധം. അപ്പൊ നമുക്ക് എന്തുണ്ട് പറ, നമുക്ക് എന്തുണ്ട്? അപ്പം നമുക്ക് യുദ്ധമുണ്ട്. ഇത് പോരാട്ടം ബന്ധനത്തിന്റെ കഥയല്ല ഞാൻ ഈ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അദൃശ്യ മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല രീതിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ വിശ്വാസി എന്ത് ചെയ്യണമെന്നറിയാവോ? വചനം കൊണ്ട് അതിനെ വെട്ടി നീക്കിക്കൊണ്ട് കയറി വരണം. ഒരു കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്തിട്ട് ആ കാര്യത്തിന്റെ അകത്ത് റിസൾട്ട് വരുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും ആ റിസൾട്ട് മാറുന്നില്ല, അങ്ങനെയെങ്കിൽ ചാടി എണീറ്റോണം.
യുദ്ധത്തിന് വേണ്ടി തയ്യാറാകണം. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർ മുഴുവനും റെസ്റ്റ് ചെയ്യുക അല്ലെ. അവര് ട്രെയിനിങ് ഉണ്ട്. റെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുമല്ല, അവരെല്ലാ ദിവസവും ട്രെയിനിങ്ങിന്റെ അകത്താണ്. പക്ഷെ യുദ്ധം വരുമ്പോൾ അവർ കുറച്ചും കൂടെ അങ്ങ് ചാർജ് ആവും അല്ലെ. ഇപ്പൊ ഒരു റെസ്റ്റിംഗ് പീരീഡ് അവർക്ക് നിൽക്കുന്നത്. കാര്യം അവർ എക്സസൈസ് ചെയ്യുന്നുണ്ട്, എപ്പോഴും അവരിങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുവാണ്. പക്ഷെ യുദ്ധം തുടങ്ങിയാൽ അവരെന്ത് ചെയ്യും? കുറച്ചും കൂടെ അവര് ബിസി ആകാൻ തുടങ്ങും. യുദ്ധം ചെയ്താൽ കുറച്ചും കൂടെ അവര് അലേർട്ടായിട്ട് മാറും, കുറച്ചും കൂടെ അവര് എന്ത് ചെയ്യും? അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഞാൻ എന്റെ ജീവിതത്തിന്റെ അകത്ത് പ്രാർത്ഥിച്ചിട്ടും വചനം പറഞ്ഞിട്ട് ഒരു കാര്യം നടക്കുന്നില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോണം. യുദ്ധം കടിപ്പിക്കണം. എന്തിനാ യുദ്ധം കടിപ്പിക്കുന്നത്? കാര്യം ദൈവത്തിന്റെ വചനപ്രകാരം എന്റെ ജീവിതത്തിൽ ആ കാര്യം നടക്കുന്നില്ല എങ്കിൽ ഉറപ്പിച്ചോ, എവിടെയൊക്കെയോ തന്ത്രങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. ആമേൻ. ഇവിടെ നോക്കിക്കേ, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് തമ്പുരാൻ പറഞ്ഞു. വെളിച്ചം എവിടുന്ന? പാഴും ശൂന്യമായി. ഒരു വിശ്വാസി വചനം പറയുവാൻ തുടങ്ങുമ്പോ തന്നെ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഞാൻ ശൂന്യമായ പാഴായി കിടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആരംഭിക്കുകയാണ്. നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണ്. കൊരിന്ത്യർ പറഞ്ഞു, നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുവാൻ. അപ്പൊ കോട്ടകൾ വരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നടക്കാതെ വരും പുറത്തോളം കോട്ടകളുണ്ട്. ആ കോട്ട ബ്രദറെ ഞാൻ എങ്ങനെ ഇടിക്കും? പഴയ നിയമം നമ്മൾ വായിക്കുന്ന സമയത്ത് എരിഹോം എന്ന് പറഞ്ഞ വലിയൊരു മതിൽ അവരുടെ മുമ്പിൽ ഇരിക്കുകയാണ്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ജനം എന്ത് ചെയ്തു? അവിടെ വലിയ മതിലാണ്, ഇതെങ്ങനെ നമ്മൾ ഇടിക്കുമെന്ന് ആലോചിച്ചില്ല. ദൈവം പറഞ്ഞ പ്രകാരം ഒരു കാഹളം ഊതാൻ തുടങ്ങി അല്ലെ. അതിന് ചുറ്റും നടന്ന് തമ്പുരാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ തുടങ്ങി. ഒന്നല്ല രണ്ടല്ല, എത്ര വട്ടം വരെ കറങ്ങാൻ തുടങ്ങിയത്? 10 ആണോ 30 ആണോ 40 50? 7 പ്രാവശ്യം. 7 പറഞ്ഞാൽ നിവൃത്തിയെ കാണിക്കുന്ന നമ്പരാത്. 7 പറഞ്ഞാൽ കംപ്ലീഷനെ കാണിക്കുന്ന നമ്പറാണത്. 7 വട്ടം അവർ ചുറ്റി നടന്നു. 1-ാം വട്ടം ഇടിഞ്ഞില്ല, 2-ാം വട്ടം കോട്ട ഇടിഞ്ഞില്ല, 3-ാം വട്ടം കോട്ട ഇടിഞ്ഞില്ല, 4-ാം വട്ടം ഇടിഞ്ഞില്ല, 5 ഇടിഞ്ഞില്ല, 6 ഇടിഞ്ഞില്ല, 7-ാം വട്ടം എന്ത് ചെയ്തു? അത് ഇടിഞ്ഞു പോയി. കണ്ടോ? ഒരു വിശ്വാസി പഠിക്കേണ്ടതല്ലേ അതിന്റെ അകത്തുനിന്നും? നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരു വചനം പറയുവാൻ തുടങ്ങുമ്പോൾ ആദ്യം ഓർത്തോണം, പാഴും ശൂന്യമായി നിൽക്കുകയാണ്. എവിടെയൊക്കെയോ തടസ്സമുണ്ട് ആയിക്കോട്ടെ, എവിടെയൊക്കെയോ ബ്ലോക്ക് ഉണ്ട് ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നു. ആയുധമില്ലാത്ത അദൃശ്യ മണ്ഡലത്തിൽ മറഞ്ഞിരിക്കുന്ന പിശാചേ, എനിക്ക് ആയുധമുണ്ട്, വചനം എന്ന ആയുധമുണ്ട്. ഇത് പറഞ്ഞു വെട്ടി കേറിക്കേ. ആമേൻ. ഇത് വെട്ടി കേറുമ്പോ തന്നെ ഒന്നും നടക്കാതെ വരുമ്പോൾ നിരാശപ്പെട്ടു പോകരുതേ. ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പം ആരും ശൂന്യമായിരിക്കുന്ന ആ സ്ഥലത്തേക്ക് വെളിച്ചം വരികയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഞാനതിനെ വിളിച്ചു വരുത്തുകയാണ്. ഞാനതിനെ അടുപ്പിച്ചോണ്ടിരിക്കുകയാണ്, അടുത്തോണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ വചനം പറയും തോറും അതിങ്ങനെ അടുപ്പിച്ചോണ്ടിരിക്കുക ഞാൻ. യുദ്ധം കടുപ്പിക്കണം. ഇവിടെ എഫേസ്യ ലേഖനത്തിലെ ആ വാക്ക് നോക്കിക്കേ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് സർവായുധ വർഗം ധരിച്ചു നിൽക്കുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടം ഇല്ലെന്ന് ബൈബിൾ പറയുന്നില്ല. ഫൈറ്റ് ഉണ്ട്, യുദ്ധമുണ്ട്. എങ്ങോട്ടാണ്? വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു വചനം പറയുമ്പോൾ നിങ്ങളുടെ ജോലിയിൽ, ബിസിനസ്സിൽ, കുടുംബത്തിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഞാൻ അദൃശ്യ ലോകത്തിൽ ഫൈറ്റ് ചെയ്യുകയാണ്. ഞാൻ ആ വചനം പറയുമ്പോൾ യുദ്ധം ചെയ്യുകയാണ്. ഈ യുദ്ധത്തിന്റെ പ്രത്യേകത, നിങ്ങളുടെ കയ്യിൽ ആയുധമുണ്ട്, പിശാചിന്റെ കയ്യിൽ ആയുധമില്ല. അപ്പൊ നമ്മൾ അറിയാത്ത തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, തടസ്സങ്ങളുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, 2 കൊരിന്ത്യർ 10 പറയുന്നു, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികമല്ല, കോട്ടകളെ ഇടിക്കുവാൻ. അപ്പൊ എന്തുണ്ട് നമുക്ക് മുമ്പിൽ? എന്തുണ്ട് നമ്മുടെ മുമ്പില്? കോട്ടകളുണ്ട്. ആ കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളവ തന്നെ എന്റെ പോരിനെ. കണ്ടോ? അപ്പൊ കോട്ടകളെ ഇടിക്കണം നിങ്ങള്. കോട്ടകളെ ഇടിക്കുവാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട്. പക്ഷെ പല ആൾക്കാരും കോട്ടകളെ ഇടിക്കുന്നില്ല.
ഇനി ശ്രദ്ധിച്ചു പോട്ടോണെ. ഈ രക്ഷിക്കപ്പെട്ടിട്ട് യേശുവിനേക്ക് വന്ന ആൾക്കാർ, പല ആൾക്കാരും പറയും വീടിന്റെ അകത്ത് ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട്. ഞാൻ പറയും, നിങ്ങൾ മാസത്തിൽ ഒന്നെങ്കിൽ എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകണം. എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ ബലം തരുന്ന എവിടെയെങ്കിലും ആരാധനയ്ക്ക്. ഞാൻ എന്റെ ഉള്ളത്തിൽ നിന്ന് വൈകുന്നേരം എന്റെ മനസ്സിൽ ചിന്തിച്ചതാ. പല ആൾക്കാരും പറയും, ബ്രദർ എനിക്ക് സ്വാതന്ത്ര്യമില്ല, ആരാധനാ സ്വാതന്ത്ര്യമില്ല. പക്ഷെ ഞാൻ പറയുന്ന മാസത്തിൽ ഒന്നെങ്കിലും വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് നിങ്ങൾ എടുത്ത് വെക്കണം. എവിടെയെങ്കിലും നിങ്ങൾ കഴിയുന്ന ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക്, വിശ്വാസത്തിന്റെ വർധനവ് ലഭിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ പോകണം. നിങ്ങൾ വിശ്വാസത്താൽ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും പോകാൻ ദൈവം വഴിയൊരുക്കും. നിങ്ങൾ അധികം റിസ്ക് എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചില കംഫർട്ട് സോണിലേക്ക് ഇരുന്ന് പോകുമ്പോൾ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചിന് മനസ്സിലാവും ഇതൊന്നും അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. ആമേൻ. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ ഒരു മാസത്തിൽ ഒന്ന് അതിനു വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, പൗലോസ് പറയാണ്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്നു. നോക്കിയ വാക്ക് കണ്ടോ? അപ്പൊ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന കോട്ടകളുണ്ട്. അപ്പൊ ഓർത്തോണെ, ഞാൻ വിശ്വാസ ജീവിതത്തിൽ ഇരിക്കുന്ന സമയത്ത് കോട്ടകൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ കോട്ടയുടെ വലിപ്പം നോക്കി, എന്നാ വലിയ എരിഹോമായത്, ഇതൊന്നും ജയിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ആദ്യം മനസ്സിലാക്കണമേ, ഇത് ഇടിക്കുവാനുള്ള ശക്തി എന്റെ അകത്തുണ്ട്. ഇത് ഇടിച്ചിട്ട് ഇതിന്റെ അപ്പുറമുള്ള കനാനിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്. ഇത് ഇടിച്ചതിന് ശേഷം വാക്തത്വങ്ങൾ എന്റെ മുമ്പിൽ കിടപ്പുണ്ട്. ആമേൻ. അപ്പൊ ആദ്യം മനസ്സിലാക്കണം, ഒരു വിശ്വാസി യുദ്ധത്തിന്റെ അകത്താണ്. എല്ലാ ദിവസവും യുദ്ധം. പൗലോസ് പറഞ്ഞത് എല്ലാ ദിവസവും യുദ്ധം ഉണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. പക്ഷെ പേടിക്കരുതേ, ഈ യുദ്ധം നിങ്ങളെ ജയിക്കത്തുള്ളൂ. പക്ഷെ യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? കോട്ടകൾ ഇടിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എരിഹോമിൽ എടുത്തുന്നപ്പോഴേക്കും ഇസ്രായേൽ മക്കൾ പറയുക, എന്നാ കാഹളം ഊതാനാ, കമ്പിപ്പാരയോ വല്ലോ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഇടിച്ചു കളയേക്കാം. തമ്പുരാൻ പറയാം, കമ്പിപ്പാരയും വേണം, ഒന്നും വേണ്ട, ആ കാഹളം അങ്ങോട്ട് ഊത്. പുതിയ നിയമത്തിലെങ്കിലും കാഹളം വചനവാ. വചനം നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സാഹചര്യം നോക്കിക്ക്. ഇവിടെ പറയുന്നു, യഹോവ എന്റെ കളപ്പുരകളെയും നീ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തേക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ക്ലിപ്പ് കാണാൻ ഇടയായി തീർന്നു. ഒരു ദൈവദാസൻ എന്നുകൊണ്ട് ഇങ്ങനെ പറയുവാണ്, ഈ പ്രവചനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥ പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തെ അനുതാപത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. പഴയ നിയമത്തിൽ അവർ പാപത്തിലേക്ക് പോയപ്പോഴേക്കും അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നതാണ് പ്രവചനം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഇതാണ് പിശാചിന്റെ തന്ത്രം. അത് മാത്രമല്ല പ്രവചനം. അപ്പൊ അത് പറഞ്ഞപ്പോ ഞാൻ സ്ക്രീനിൽ ക്ലിപ്പ്, ആൾക്കാർ ഇങ്ങനെ ആരാധിക്കുവാണ്, ബാക്കിയെല്ലാം കള്ളത്തരങ്ങളാണ്, ബാക്കിയെല്ലാം ഭയങ്കര വിഷയങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ജനമെല്ലാം ആരാധിക്കുക. നിങ്ങൾ വ്യക്തമായിട്ട് നോക്കി, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും എല്ലാ പഴയ നിയമത്തിൽ ക്ഷാമകാലത്ത് എലീശ പ്രവാചകൻ പറഞ്ഞ, നാളെ ഈ സമയത്ത് എന്ത് ചെയ്യും? വാതിൽക്കൽ നന്മ വരും. അവിടെ ദേശത്ത് മൊത്തം ക്ഷാമമാ. പ്രവാചകൻ പറഞ്ഞു എന്തുവാ? നാളെ ഈ നേരത്ത് നന്മ വരും. ഉടനെ അകമ്പടി നായകൻ പറഞ്ഞു, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാൽ പോലും എന്ത് ചെയ്യത്തില്ല? നടക്കത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, അത് മാനസാന്തരപ്പെടാൻ വേണ്ടിയാണോ ആ നന്മ പിറ്റേ ദിവസം ഉണ്ടായത്? അവിടെ പ്രവാചകൻ പറഞ്ഞു, അത് വരും, നീ കാണത്തില്ലെന്ന് പറഞ്ഞു, നീ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞു. നീ കാണും, അനുഭവിക്കത്തില്ല. ഞാൻ ചോട്ടെ, മാനസാന്തരപ്പെടാൻ വേണ്ടിയാണോ അത് പ്രവചിച്ചത്? അല്ല. ദേശത്ത് ക്ഷാമമുണ്ടായിരിക്കുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് മനുഷ്യൻ വിശപ്പ് കൊണ്ട് ചത്തോണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകൻ വിളിച്ചു പറയുക, ഒരു കാര്യം ചെയ്യും, നാളെ ഇത് ഉണ്ടാവും, ഒരിക്കലും ഉണ്ടാകത്തില്ല. കൂടെ നിൽക്കുന്ന അകമ്പടി പട്ടാളക്കാർ, ഉദ്യോഗസ്ഥൻ പറയുക, അവിടുത്തെ പട്ടാളക്കാരൻ പറയുക, നാളെ സ്വർഗത്തിന്റെ കിളിവ, ആകാശത്തിന്റെ ദൈവം സ്വർഗം തുറന്നാൽ പോലും നന്മ കിട്ടത്തില്ല. ഇത് പ്രവചനമാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർത്തോണം, പിശാചിന്റെ തന്ത്രം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിട്ട് ആത്മയുദ്ധത്തിൽ നിങ്ങളെ കൊണ്ടുപോകത്തില്ല. അവൻ ആത്മയുദ്ധത്തിൽ കൊണ്ടുപോകത്തില്ല. ആത്മയുദ്ധം ഉണ്ട് പ്രിയരെ. നമ്മളൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആദ്യം നിങ്ങൾ വചനം കൊണ്ട് അതിനെ വെട്ടാൻ തുടങ്ങണം. വചനം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ വെളിപ്പെട്ടു വരും. ഈ സാധനം വെളിപ്പെട്ടു വരും. ആദ്യം മനസ്സിലാക്കണേ, ബ്രദർ, എന്റെ ബിസിനസ്സിൽ, എന്റെ ജോലിയിൽ അങ്ങോട്ടങ്ങ് ഞാൻ ശരിയാകുന്നില്ല, മൊത്തം അങ്ങോട്ട് തടസ്സമാ, എന്റെ വീട്ടിലാണെങ്കിൽ മൊത്തം പ്രശ്നമാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കി പ്രിയരെ, കോട്ടകളാ അതൊക്കെ. ഇതിനെ ഇടിച്ചപ്പുറത്തേക്ക് പ്രവേശിക്കണം നിങ്ങൾ. അതിനാണ് ഈ ശക്തിയൊക്കെ തന്നിരിക്കുന്നത്. നോക്കിക്കേ, പൗലോസ് പറഞ്ഞ വാക്ക് കണ്ടോ? അവിടെ പോരിന്റെ ആയുധങ്ങളോ. അപ്പൊ പൗലോസെ കൃപയാന്നൊക്കെ പറഞ്ഞിരുന്നോണ്ട് പിന്നെന്തിനാ പോര്?
അപ്പൊ ചില ആൾക്കാർ ബന്ധനം പോരാട്ടം ഇതല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് യുദ്ധമുണ്ട്, ആ കാര്യം നടക്കുന്നില്ല. ഞങ്ങൾ ആ ബ്രദറിനെ വിളിച്ച് വീട്ടിൽ പ്രാർത്ഥന വെക്കുന്നു, ഈ ബ്രദറിനെ വിളിച്ച് വീട്ടിൽ പ്രാർത്ഥന വെക്കുന്നു, ഞങ്ങൾ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നു, എന്നിട്ടും ഈ നിങ്ങളാണ് ഇടിക്കേണ്ടത് കോട്ട. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകമല്ല, കണ്ടോ, ആത്മീയമാണ്, ആത്മമണ്ഡലത്തിലാണ്. സ്പിരിച്വലി നമ്മൾ യുദ്ധം ചെയ്യുന്നു, സ്പിരിച്വലി നമ്മൾ കണക്റ്റഡ് ആകുന്നു. ആകയാൽ നോക്കിക്കേ, എന്നിട്ട് കോട്ടകളെ ഇടിച്ചു കളയണം. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാ കോട്ട? കോട്ടകളുണ്ട്, ഇതിനെ ഇടിക്കണം. എങ്ങനെ മനസ്സിലാകും? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും ഈ കോട്ടകൾ ഇരിപ്പുണ്ടോ എന്നെങ്ങനെ അറിയാൻ പറ്റും? ഞാൻ ആദ്യം ചോദിച്ചായിരുന്നു. ഈസി ആയിട്ട് അറിയാൻ പറ്റും. വചനം പ്രകാരമുള്ളതല്ല ജീവിതത്തിൽ നടക്കുന്നതെങ്കിൽ. വചനം പറയുന്നു ഉയർച്ച പ്രാപിക്കും, ജീവിതം പറയുന്നു താന്നോണ്ടിരിക്കുന്നു. വചനം പറയുന്നു നീതിമാന്റെ കുടുംബത്തിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും കോശം വരും. എന്റെ കുടുംബത്തിൽ മൊത്തം കരച്ചിലും പല്ലുകടിയാ ബ്രദറെ. എല്ലാ ദിവസവും കണ്ണുനീരും നിലവിളി അടിയും വഴക്കുക. കണ്ടോ, വചനം പറയുന്നത് നോക്കി. വചനത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും വന്നാൽ യുദ്ധത്തിന് തയ്യാറാകണം. ഓ, എന്റെ വീട്ടിൽ മൊത്തം പിശാചിങ്ങനെ കടി കുട്ടിച്ചോറാക്കി വെച്ചിരിക്കുക അല്ല പ്രിയരെ. അതിനെ ഇടിക്കുവാനുള്ള ശക്തി നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇടിച്ചു കളയണം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കണം. ഭവനത്തിന്റെ അകത്തിരുന്നു കൊണ്ട് വിളിച്ചു വരുത്തണം. ആ പാഴും ശൂന്യമായി നിൽക്കുന്ന മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ വചനം പറയാൻ ഞാൻ ഒട്ടുമുക്കാല വിശ്വാസത്തിൽ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, കാണാപ്പാടമൊക്കെ വചനം അറിയാം, എല്ലാവർക്കും വചനം അറിയാം. പക്ഷെ പറയുമ്പോൾ ഓ ബ്രദറെ എന്നാ ചെയ്ത, തിരക്ക് കാരണം ഒന്നങ്ങോട്ട് നടക്കുന്നില്ല. തിരക്ക് കാരണം നടക്കും വചനം പറയാൻ പറ്റുന്നില്ലെങ്കിൽ എരിഹോം കോട്ട അതുപോലെ തന്നെ നിൽക്കും. എന്നാൽ മെനക്കെട്ടൊന്ന് കറങ്ങ്, വലിയ കോട്ടയ്ക്ക് ചുറ്റും ഇങ്ങനെ നടക്കുവോ കാഹള ഊതിക്കൊണ്ട്. കണ്ടോ, ഇച്ചിരി മെനക്കേടല്ലേ? ആണോ അല്ലയോ പറ, ഇച്ചിരി മെനക്കേടാണ്. പക്ഷെ അങ്ങനെ ചെയ്താൽ കോട്ടകൾ ഇടിയുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്ന വാക്ക് നോക്കി. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ. ആദ്യം പറഞ്ഞു ശക്തല്ല, തന്ത്രങ്ങൾ. കഴിയേണ്ടതിന് സർവായുധവർഗം. എന്താ സർവായുധവർഗം? പോരിന്റെ ആയുധമോ ജഡികമല്ല, കാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളും ദുഷ്ടാത്മസേനകളുണ്ട്. സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. ഇവിടെ സ്വർഗവും ഉദ്ദേശിക്കുന്നത് നമ്മൾ ദൈവം ഇരിക്കുന്ന സ്വർഗമല്ലോട്ടെ, ഈ ആകാശ മണ്ഡലത്തിന് പറഞ്ഞ പേര് സ്വർഗമാണ്. പൗലോസ് പറഞ്ഞ് മൂന്നാം സ്വർഗം എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിന് പാളികൾക്കും പറയുന്ന പേര് സ്വർഗമെന്ന. ഈ ആകാശ മണ്ഡലത്തിൽ മറഞ്ഞിരിക്കുന്ന ദുഷ്ടശക്തികളുണ്ട്, നക്ഷത്ര മണ്ഡലത്തിൽ മറഞ്ഞിരിക്കുന്ന പിശാചുക്കളുണ്ട്. അതായത് വീണുപോയ ദൂതന്മാരുടെ താവളം പലരും ഇരിക്കുന്ന നക്ഷത്ര മണ്ഡലങ്ങളിലാണ്. ഈ നക്ഷത്രത്തിന്റെ അകത്തും, നക്ഷത്രം എന്ന് പറഞ്ഞാൽ പല ഈ സ്വർലോകത്തിന്റെ ഇപ്പോഴും നിങ്ങൾ ഓർത്തണം, ഈ ആകാശത്തെ പലപ്പോഴും ഹെവൻ എന്ന് ബൈബിളിൽ പലയിടത്തും കാണിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഹെവൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആകാശത്തെ അങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതാണ് സ്വർലോകം എന്ന് ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തിലെ ദുഷ്ടാത്മശേന ഇല്ല അവിടെ. ആകാശ മണ്ഡലത്തിന്റെ അകത്ത്, അദൃശ്യ മണ്ഡലം, ഇൻവിസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മറഞ്ഞിരിക്കുന്നത്. ആമേൻ. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഭാഗ്യവാന്മാരാ. നമ്മൾ ആത്മാവിൽ യാത്ര ചെയ്യുന്നവരാണ്, ആത്മാവിൽ ഫൈറ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പൗലോസ് പറഞ്ഞ കൃപാവരങ്ങളെ നിങ്ങൾ ജ്വലിപ്പിക്കണം. സ്പിരിച്വൽ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, പ്രാർത്ഥിച്ച സമയത്ത് രോഗവിവരങ്ങൾ വെളിപ്പെട്ടു വന്നു നിങ്ങൾക്കല്ലേ? നമ്മൾ അതിനുള്ള ഒരു ആത്മാവിന്റെ ഒരു ട്രെയിനിങ് കർത്താവിന്റെ ദൈവാത്മ നമുക്ക് തന്നു. ഒട്ടുമുക്കാല് ആൾക്കാർക്ക് രോഗം വെളിപ്പെടുത്തി. രോഗം വെളിപ്പെടുത്തുക മാത്രമല്ല, നമ്മൾ ലൈവായിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ എന്ത് സംഭവിച്ചു? അവർ പറഞ്ഞ് വർഷങ്ങൾ കൊണ്ടിരുന്ന വേദനകൾ സൗഖ്യമായി. എത്ര പേരാ സാക്ഷ്യം കേട്ടു? എത്ര പേർക്ക് അത് ചെയ്യാൻ പറ്റിയായിരുന്നു? മാത്രം ആമേൻ പറഞ്ഞു. ആമേൻ. കണ്ടോ, അപ്പൊ നിങ്ങൾക്ക് ആ സ്പിരിച്വലൈസ് തുറന്നപ്പം അവരുടെ രോഗങ്ങൾ വെളിപ്പെട്ട് വന്നതുകൊണ്ടോ? ഈ രോഗങ്ങൾ വെളിപ്പെടുക മാത്രമല്ല, നിങ്ങൾക്ക് ആ രോഗത്തിന്റെ മേൽ സൗഖ്യത്തെ കൊടുക്കുവാനുള്ള ഒരു എബിലിറ്റി തുറന്നു വന്നത് കണ്ടോ? നിങ്ങളിൽ ആക്റ്റീവ് ആയത് കണ്ടോ? അങ്ങനെ ആത്മമണ്ഡലങ്ങളിൽ നമ്മൾ യുദ്ധം ചെയ്യുവാൻ തുടങ്ങുമ്പം നിങ്ങൾക്ക് സ്പിരിച്വൽ സെൻസേഷൻ ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, 18 വർഷമായിട്ട് കൂനിയായ ബന്ധിച്ച ദുരാത്മാവിനെയൊക്കെ കാണാൻ പറ്റും, യേശുവിനെ കാണാൻ പറ്റി.
6000 ഭൂതം ബാധിച്ചുകൊണ്ടിരുന്ന ലഗ്യോൻ ബാധിച്ച മനുഷ്യൻ, നാട്ടുകാരെല്ലാം ഭ്രാന്തനാന്ന് പറഞ്ഞു. യേശു എന്നിട്ട് ഭൂതം ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. കണ്ടോ, മന്ദലക്കാരി മറിയം ഭൂതം ബാധിച്ചിരിക്കുവായിരുന്നു. എല്ലാരും പറഞ്ഞു പാപിയായ സ്ത്രീയാ. യേശു പിടിച്ചു, കർത്താവിന്റെ നാമത്തിൽ കർത്താവ് തൊട്ടപ്പോഴേക്ക് ഭൂതം വിട്ടുപോയ മന്ദലക്കാരി മറിയാന്നാ പറഞ്ഞത്. കണ്ടോ, അങ്ങനെ രോഗാത്മാവുള്ള വ്യക്തികൾ, അങ്ങനെ പല നമ്മൾ കാണാത്ത അദൃശ്യ മേഖലകളുണ്ട് പ്രിയര്. പക്ഷെ ഭയപ്പെടണ്ട, കാരണം നിങ്ങൾക്ക് ശക്തിയുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് അതിനെ പിടിച്ചു കെട്ടുവാൻ ശക്തിയുണ്ട്. പലരും ഈ ശക്തി ഉപയോഗിക്കുന്ന ആദ്യത്തെ ആയുധം വചനം കൊണ്ട് വിളിച്ചു വരുത്തിക്കണം. വചനം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. തന്റെ നമുക്കറിയാം, ആ ശുരേനക്കാരത്തിയായ പറയുന്ന രാജാക്കന്മാരുടെ പുസ്തകത്തിൽ തന്റെ മകൻ മരിച്ചു പോയപ്പോഴേക്കും പ്രവാചകന്റെ മുമ്പിലേക്ക് വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു, എന്റെ നാവിൽ യഹോവയുടെ വചനമുണ്ട്, സത്യം. പ്രവാചകനോട് മരിച്ചുപോയ കൊച്ചിനെ വന്നിട്ട് ആ സഹോദരി പറയുക, യഹോവയുടെ വചനം നിന്റെ നാവിലുണ്ട്. അർത്ഥം മരിച്ചതിനെ പോലും ഉയർപ്പിക്കുവാൻ നിന്റെ നാവിന്മേൽ യഹോവയുടെ വചനം കണ്ടോ, വചനം ജീവനെ കൊടുക്കുവാൻ കഴിയുന്നതാണ്. വചനത്തിന് സൃഷ്ടിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ജോലി ഉണ്ട്, എനിക്കറിയാം, തിരക്കാണ്, ഭയങ്കര ബിസിയാണ്, എല്ലാം നടക്കുന്നുണ്ട്. ആ കഴിവതും ഒരു മണിക്കൂറെങ്കിലും ദിവസവും നിങ്ങൾ ഒരു 10-15 മിനിറ്റ് എങ്കിലും, ഏറ്റവും കുറഞ്ഞതാ കേട്ടോ, ഏറ്റവും കുറഞ്ഞ യേശു പറഞ്ഞു 1 നാഴിക 1 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് 10-15 സ്റ്റാർട്ട് ചെയ്യണം. വചനം തന്നെ പറയണം. യുദ്ധം ചെയ്യുകയാണ്. വചനം പറയുമ്പോൾ യുദ്ധം ചെയ്യുകയാണ്. നന്മകളെ വലിച്ചടിപ്പിക്കുകയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ യുദ്ധം ചെയ്യുകയാണ്. അപ്പൊ അദൃശ്യ മണ്ഡലങ്ങളിലെ കോട്ടകളെ ഇടിച്ച് തകർത്ത് ദൃശ്യമായ മേഖലയിലേക്ക് കൊണ്ടുവരികയാണ് നിങ്ങൾ. കണ്ടോ, ഈ യുദ്ധം ചെയ്യണം നമ്മള്. ഈ ബ്രദറെ പിശാച് എന്നെ കയറി അടിക്കും, ഇല്ല, അവനെ അടിക്കാൻ ശക്തിയില്ല, അവന് തന്ത്രങ്ങളേ ഉള്ളൂ. അവൻ എന്താ തന്ത്രം എന്നറിയാവോ? പ്രാർത്ഥിക്കാൻ വചനം എന്ന് തുടങ്ങുമ്പോഴേക്കും ഹസ്ബൻഡിന്റെ മേലോ ഭാര്യയുടെ മേലോ പിള്ളേരുടെ മേലോ അവൻ സ്വാധീനം ചെലുത്തിട്ട് പറയും, ഈ അമ്മ കിടന്ന് ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, അല്ലെങ്കിൽ അച്ഛൻ കിടന്ന് ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, മക്കൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടി? കണ്ട നിരാശ കൊണ്ടുവന്ന കണ്ടോ? ഓ ശരിയാണല്ലോ, സങ്കടം വന്നില്ലേ? യുദ്ധമാണേ, മറക്കരുതേ. ജോലി സ്ഥലത്ത് വെറുതെ ഇല്ലാത്ത കാരണം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും തള്ളിക്കളയുകയും നിങ്ങളെ പഴിചാരുകയും ചെയ്യുമ്പോൾ ഉറപ്പിച്ചോണേ, ഇത് വിഷയം വേറെയാ, യുദ്ധമാണെന്ന് പറയണം. യുദ്ധമാണിത്. അയൽവക്കത്തെ ആൾക്കാർ ഭയങ്കര സ്നേഹമായിരുന്നു, പെട്ടെന്നൊരു ദ്വേഷവും മഴക്കും ബഹളവും വേച്ചുകൊണ്ട് ഇടുന്ന ഭയങ്കര വിഷയങ്ങൾ, ഭയങ്കര യുദ്ധം, ഭയങ്കര പ്രശ്നങ്ങൾ. ബ്രദറെ ഇത്രയും നാൾ ഒരു കുഴപ്പമില്ലാതെ ബ്രദറെ എന്തു സ്നേഹമാണെന്നറിയാവോ? ഇത് യുദ്ധമാണേ, അവന്റെ തന്ത്രമാണേ. നിങ്ങൾ പ്രാർത്ഥിക്കാതിരിപ്പാൻ, വചനം പറയാതിരിപ്പാൻ, ആത്മാവിൽ ഫൈറ്റ് ചെയ്യാതിരിപ്പാൻ നിങ്ങളെ അവൻ ബ്ലോക്ക് ചെയ്യാൻ നോക്കുവാണ്. അവന്റെ ശക്തി കൊണ്ടല്ല, അവന്റെ തന്ത്രം കൊണ്ട്. അപ്പൊ നിങ്ങൾ എന്നാന്നറിയാവോ? സങ്കടപ്പെട്ട് താടിക്കൈ കൊടുത്തിട്ട് പ്രയർ റിക്വസ്റ്റ് ഇടും, ബ്രദറെ എന്നാ എന്നെ മുഴുവൻ പ്രശ്നം, ബ്രദറെ എനിക്ക് വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കും, ഞാൻ ഇപ്പൊ ചാകും. കണ്ടോ സഹോദരി, ബൈബിൾ തുറക്ക്, വാളെടുക്ക്, വെട്ട്, യേശുവിന്റെ നാമത്തിൽ പറ. വചനം പറയുന്നു, എന്റെ കുടുംബത്തിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും കോശം ഉയർന്നു വരും. ഇപ്പൊ എന്റെ തലമുറ കരഞ്ഞുകൊണ്ടിരിക്കുക, ഞാനും കൂടെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇതല്ല നടക്കേണ്ടത്. ഇതിന് വിരുദ്ധമായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് മുതൽ സമയമില്ലെന്ന് പറയാതെ യുദ്ധത്തിന് വേണ്ടി റെഡിയാകുക, കോട്ടകളെ ഇടിക്കുക. ആമേൻ. ഇതിനാണ് നമ്മൾ അന്യഭാഷാ പ്രാർത്ഥനകൾ ക്രമീകരിച്ചതിന്റെ കാരണം. സഹോദരങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്യുക? യുദ്ധം ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, യുദ്ധത്തിന് വേണ്ടിയാണ് നിങ്ങളെ ഞാൻ ക്ഷണിച്ചിരിക്കുന്നത്, പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല, യുദ്ധം ചെയ്യുവാൻ വേണ്ടി. യഹോവയോട് ചേർന്ന്, ഒറ്റയ്ക്കല്ല കേട്ടോ, യഹോവയോട് ചേർന്ന് എരിഹോ കോട്ടകളെ ഇടിക്കുവാൻ നാം യുദ്ധം ചെയ്യുകയാണ്. വചനം പറയുമ്പോൾ, അന്യഭാഷ പറയുമ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്യുകയാണ്. അപ്പൊ ജോലിയിൽ, ബിസിനസ്സിൽ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കിക്കോ, ബ്രദറെ എനിക്ക് കച്ചവടം നടക്കുന്നില്ല, എന്റെ പൈസ മൊത്തം ബ്ലോക്കാണ്, ആ രോഗം അങ്ങോട്ട് മാറുന്നില്ല, കുടുംബത്തിൽ മൊത്തം പ്രശ്നമാണ്, ഒന്നും ശരിയാകുന്നില്ല. ഉടനെ റെഡി ആയിക്കോണം യുദ്ധം ചെയ്യാൻ. സംഭവം കൈവിട്ടു പോയി എന്നല്ല പറയേണ്ടത്, റെഡി ആയിക്കോ, യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. കണ്ടോ, യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. അപ്പോഴാണ് പലരും പറഞ്ഞത്, എനിക്ക് ഒത്തിരി പേര് പറയും, ബ്രദറെ ഞാൻ ആ സമയത്ത് പ്രാർത്ഥനയൊക്കെ നിർത്തി ബ്രദറെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെ ചേർത്തൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. ആമേൻ. നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലേ, എന്നിട്ട് ഒന്ന് ചാർജ് ആയിക്കോണം.
സഹോദരി, എനിക്കിപ്പോ പഴയ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കുടുംബത്തിൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറയുമ്പോഴേക്കും എന്നാ ചെയ്യാനാ, നമ്മളെല്ലാം എങ്ങനെയാ, വിശ്വാസ ജീവിതം എങ്ങനെയാ, പോരാട്ടം ബന്ധനാന്ന് പറയുന്നവരല്ല. എന്നാൽ നമുക്ക് ഒരുമിച്ച് യുദ്ധം ചെയ്യാം. ഇതാണ് കൂട്ടായ്മ. കണ്ടോ, ഇതാണ് ആരാധന എന്നൊക്കെ പറയുന്നത്. അല്ലാതെ സഭയിൽ പോരുന്നതുകൊണ്ട് അവിടെ ഇവിടെയും നിൽക്കുന്നതല്ല സഭാരാധന എന്നൊക്കെ പറയുന്നത്. യുദ്ധ സമാനമാണ്. പടയാളികൾ ചേർന്നിരിക്കുന്ന സ്ഥലമാണ്, പട്ടാളക്കാരുടെ കൂട്ടമാണ് ആരാധനാ സ്ഥലം എന്ന് പറയുന്നത്. ആമേൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണേ, ഒരു വിശ്വാസി വചനം പറയുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളൊരു യുദ്ധത്തിന് ഇറങ്ങുകയാണ്. ശൂന്യവും പാഴുമായി കിടക്കുന്ന മണ്ണിൽ ഈ കാണുന്ന ഭൂമി നിർമ്മിച്ചത് വചനത്താലാണ്. ഇപ്പൊ വചനത്തിന് നിർമ്മിക്കുവാൻ കഴിയും. അതിന് നമുക്ക് എന്താവശ്യമാണ്? ശക്തി. വരും ദിവസങ്ങളിൽ നമുക്ക് സങ്കീർത്തനം 23 ബാക്കി ഭാഗം സംസാരിക്കാം. നിന്റെ പാനപാത്രമോ നിറഞ്ഞു കഴിഞ്ഞാൽ തൊടാൻ വേണ്ടി ഇരുന്നാണ്, പക്ഷെ സമയത്തിന്റെ പരിമിതി ഉണ്ട്. ഇവിടെ നമുക്ക് തുടങ്ങാം. നിന്റെ ശത്രുക്കളെ നിന്റെ കണക്ക് വിരുന്നൊരുക്കുന്നു. തല എണ്ണ കൊണ്ട് അഭിഷേക വാക്യത്തിൽ നമുക്ക് വരും ദിവസങ്ങളിൽ ആരംഭിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ ആദ്യം മനസ്സിലാക്കണമേ, യുദ്ധമാണ്. കുടുംബത്തിന്റെ അകത്ത് യുദ്ധമുണ്ടോ? ഉണ്ട്. ജോലി സ്ഥലത്ത് യുദ്ധമുണ്ടോ? ഉണ്ട്. വഴി ഇറങ്ങിയ യുദ്ധമുണ്ടോ? ഉണ്ട്. എന്നും പറഞ്ഞ് വീട്ടിലിരിക്കാൻ പറ്റില്ല. യുദ്ധം ചെയ്യണം. പേടിക്കണ്ട, യേശു കൂടെയുണ്ട്. പേടിക്കണ്ട, ആയുധം നമുക്കുണ്ട്, പിശാചിനില്ല. എപ്പോഴും നിങ്ങളൊരു കാര്യം, ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാവേ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഒരു പ്രശ്നം വരുമ്പം പോരിന് പകരം പത്രോസ് പറഞ്ഞില്ലേ, ദോഷത്തിന് പകരം ദോഷം ചെയ്യാൻ പോകരുത്. ആദ്യം മനസ്സിലാക്കണം, ഇതൊരു യുദ്ധമാണ്. ഇനി നമുക്ക് സ്പിരിച്വൽ സെൻസേഷനെ പറ്റി വരുന്നത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും? ബ്രദറെ, എന്റെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്തൊരു കാര്യത്തിലാണോ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വരും ദിവസം നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ നമുക്കത് സെൻസ് ചെയ്യുവാൻ കഴിയും? ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂരിലെ നമ്മുടെ പ്രാർത്ഥന 27 തീയതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇനി എപ്പോഴും ഓർത്തോണം, നിങ്ങൾ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ ഓൺ ആക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ എക്സ്ക്യൂസുകളോ ഒന്നും പറയാനിടരുത്. നിങ്ങളൊക്കെ സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ ലൊക്കേഷൻ ഇടുന്നുണ്ട്. അതിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നവർ വരിക. വരാനുള്ളവർ ഇനിയിപ്പോൾ ആരൊക്കെയാണോ ഇപ്പം മാറി നിൽക്കുന്നവർ, മറ്റേ മീൻസ് പ്രാർത്ഥനയുള്ള സഭകളിൽ കൂട്ടായ്മയുള്ളവർ, അവർ ഒഴികെയുള്ളവർ അതിൻ്റെ അകത്തോട്ട് മെസ്സേജ് ഇടുക. നമുക്കതനുസരിച്ച് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കണം. നിങ്ങൾക്കും കൂട്ടായ്മകൾ പലതുണ്ട്, പല ആരാധനയിൽ കൂടുന്നവരാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ ലക്ഷ്യം മനസ്സിലുള്ളവർ, എനിക്ക് അനേക ഈ തകർന്ന ഭവനങ്ങളെ വിടിവിക്കണം, അനേക രോഗികളെ എനിക്ക് സൗഖ്യമാക്കണം, അനേക വിടുതൽ കൊടുക്കണം, അങ്ങനെ ആഗ്രഹമുള്ളവരെയാണ് ഞാൻ എൻകറേജ് ചെയ്യുന്നത് കേട്ടോ. ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൃപാവരങ്ങളൊക്കെ ജ്വലിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രയോജനം? ചിന്തിക്കുന്നത് എന്തുകൊണ്ട് തന്നിട്ട് തന്നെ ഗുണം? കുഴിച്ചിട്ടവനെ പറ്റി ബൈബിളിൽ പറയുന്നു, അയ്യോ കഠിന മനുഷ്യൻ എന്നാ പറഞ്ഞേക്കുന്നത്. വാണിഭം ചെയ്തവരെ പറ്റി യേശു പറഞ്ഞു, നീ അല്പത്തിൽ വിശ്വസനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരന. കണ്ടോ, വാണിഭം ചെയ്യുന്നവനെ ദൈവം വിശ്വസന നേടുകയും കുഴിച്ചിട്ടവനെ കഠിന മനുഷ്യൻ എന്നാ പറഞ്ഞേക്കുന്നത്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. നീ ചെയ്യാതിരിക്കുന്നവനെ കഠിന മനുഷ്യൻ എന്നാ ബൈബിൾ പറഞ്ഞേക്കുന്നത്. ആ കഠിന മനുഷ്യനിൽ പോകാതെ കർത്താവിന്റെ മനുഷ്യനായി നമുക്ക് മാറാം. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് വിശ്വാസത്താൽ ഒന്ന് പ്രാർത്ഥിച്ച്, വരങ്ങളെ പരിശുദ്ധാത്മാവിൽ ഇന്ന് ജ്വലിച്ചാട്ടെ. ഇതിനുശേഷം ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. ഇന്ന് കേട്ട വചനം ആത്മയുദ്ധമാണ്. സ്പിരിച്വൽ സെൻസേഷനുകൾ നമുക്ക് തൊടണം. ആത്മമണ്ഡലങ്ങളിൽ യുദ്ധം ചെയ്യാൻ പഠിക്കാം നമുക്ക്. ഒരുമിച്ച് എന്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്നെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ഈ സമയത്ത് ഏതെങ്കിലുമൊക്കെ രോഗവിഷയങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തും. എന്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ആത്മാവിൽ ഒന്ന് കണക്റ്റഡ് ആകാം. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഏകാത്മാവിനാൽ നമുക്ക് ഒരുമിച്ച് ഒന്ന് കണ്ണടച്ച് ഞാൻ നിങ്ങളെ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ഒന്ന് സ്പർശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് നിങ്ങളുടെ ഉള്ളത്തിൽ ചില കാര്യം ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മീയ കണ്ണുകൾ പ്രകാശിച്ചവർ വെറുതെ ഇരിക്കരുത്, ഉപയോഗിക്കണം. നിങ്ങളത് ഉപയോഗിക്കണം. അത് കർത്താവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാൻ വേണ്ടി പോവാണ്. എത്രയൊക്കെ ആഗ്രഹമുണ്ട് ഞാൻ അത് ഉപയോഗിക്കുമെന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? ഞാൻ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. കർത്താവാണ് ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് എങ്കിൽ പോലും ദൈവദാസന്മാർക്കും അഭിഷക്തന്മാർക്കും ഒരു അധികാരം തമ്പുരാൻ തന്നിട്ടുണ്ട്. അധികാരത്തിന്റെ അകത്തുനിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്. എങ്കിലും ദൈവത്താൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. യേശുവേ, ആത്മയുദ്ധം തുടങ്ങട്ടെ. ഈ ദിവസങ്ങളിൽ ആരാധനയ്ക്ക് മാസത്തിൽ ഒന്നെങ്കിലും നിങ്ങൾ പോകണം.
എന്റെ ഉള്ളത്തിൽ ഇന്ന് വൈകുന്നേരം വന്നാണ്. നമുക്ക് എക്സ്ക്യൂസുകൾ ഇല്ല പ്രിയർ. എവിടെയും ഒക്കെ നിങ്ങൾ മാസത്തിലൊന്നോ, ഇനി ബ്രദറെ മാസത്തിൽ പറ്റത്തില്ല, 2 മാസത്തിൽ ഒരു തവണയെങ്കിലും പോയിരിക്കണം, കണ്ടെത്തണം, പ്രാർത്ഥിക്കണം. ഇനി കണ്ടെത്താൻ പറ്റും ബ്രദറെ, എന്റെ ഏരിയയിൽ ഒരു പ്രാർത്ഥന പോലും ഇല്ല, പ്രാർത്ഥിക്കണം. ആരാധന ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാതെ നമുക്കൊരു വഴി തുറക്കത്തില്ല പ്രിയരെ. അബ്രഹാം കാണാത്ത ദേശത്തേക്ക് വിശ്വാസ സ്റ്റെപ്പ് എടുത്ത് വെച്ചു. എക്സ്ക്യൂസുകൾ ഞാൻ പറഞ്ഞില്ല, ദൈവസന്നിധിയിൽ എക്സ്ക്യൂസിന് വിലയില്ല. വില കൊടുക്കുന്നവന്റെ മേൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എക്സ്ക്യൂസിന് സ്ഥാനമില്ല. എനിക്ക് സാഹചര്യമില്ല എന്ന് പറയുന്നത്, ഒരു രോഗം വന്നാൽ, ഒരു വിഷയം വന്നാൽ നമ്മൾ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാക്കി ഡോക്ടറെ കാണാൻ വേണ്ടി പോകത്തില്ല, അല്ലേ? സത്യമല്ലേ? തിരക്ക് പിടിച്ച് ജോലി സമയത്ത് പെട്ടെന്ന് ഒരു അസുഖം വന്നു, തലവേദനയോ തലകറക്കോ പനിയോ ജലദോഷമോ വന്നു, ഉടനെ ലീവ് വിളിച്ച് പറയത്തില്ലേ? പിന്നെ പറയത്തില്ലേ കാശ് പോവാണെ പോട്ടെ, ഡോക്ടറെ വേറെ കിട്ടുമോ? ഇല്ല. ഡോക്ടറുടെ സമയത്ത് നമ്മൾ പോകത്തില്ലേ? പക്ഷെ പ്രാർത്ഥിക്കാൻ പറയാം, അയ്യോ ജോലി തിരക്കാണ്, എക്സ്ക്യൂസ് ആണ്, അതാണ് ഇതാണ്. കണ്ടോ, ഇത് തന്ത്രമാ പ്രിയരെ. ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്ക്. നാളെ ആഴ്ചയിൽ കുടുംബമായിട്ട് പ്രാർത്ഥനയ്ക്ക് പോകുവാൻ തമ്പുരാൻ വഴി തുറക്കും. പക്ഷെ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടേതാ. അബ്രഹാം ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെച്ചു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അന്യഭാഷ വരമില്ലാത്തവർ അന്യഭാഷ വരത്തിന് വേണ്ടി ഒന്ന് വാഞ്ചിച്ച് നാവിന്റെ മേൽ തീ കത്താൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മീയ കണ്ണുകൾ ആഴമായി കർത്താവെ ഞങ്ങളുടെ പ്രകാശിക്കുമാറാകട്ടെ. കർത്താവെ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കട്ടെ. അനേക ജാതികളെ നേടേണ്ടതിന്, തകർന്ന ഭവനങ്ങളെ വിടുവിക്കേണ്ടതിന്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കേണ്ടതിന്, ബന്ധിതരെ മോചിപ്പിക്കേണ്ടതിന്, പീഡിതരെ വിടുവിച്ചയക്കേണ്ടതിന്, ദൈവത്തിന്റെ പ്രസാദവർഷം അറിയിക്കേണ്ടതിന്, ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കേണ്ടതിന് ദൈവം ഞങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുക. ഒന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് ചില രോഗങ്ങൾ, ചില രോഗത്തിന്റെ ഭാഗങ്ങൾ, ചില വേദനകൾ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ വെളിപ്പെടുത്തും. ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തും. ഞാനിപ്പോ ചോദിക്കാൻ വേണ്ടി പോവാ. അന്യഭാഷയിൽ അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ്, അന്യഭാഷ വരവില്ലാത്തവർ കൂടെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഭിഷേകം നിറയുന്നു. അന്യഭാഷ പ്രാർത്ഥിച്ച് ഓ റബ ശംദഹസിയാന്തിരി, ആത്മമണ്ഡലങ്ങൾ യേശുവിന്റെ അത് തുറന്നു വരുന്നല്ലോ അപ്പ. ഓ റബ ശംദഹസിയാന്തിരി, യേശുവിന്റെ നാമത്തിൽ സ്പിരിച്വൽ ഐസ് ആഴമായി തുറന്നു വരുന്നല്ലോ അപ്പ. ഞങ്ങളുടെ മേൽ ആ 9 കൃപാവരങ്ങളും ജ്വലിക്കുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, രാജ്യങ്ങളെ പിടിക്കുവാൻ, പട്ടണങ്ങളെ പിടിക്കുവാൻ യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ റെഡിയാണപ്പാ. ഊറാബ ശംദഹസിയാന്തിരി അൽഖന റിയാന്തിരി. അന്യഭാഷയിൽ മ്യൂട്ട് മാറ്റി പ്രാർത്ഥിച്ച് ഓ റിഖബറബ ശംദഹസിയാന്തിരി അർഫാന ശാന്തഹസിയാന്തിരി റിയാബ ശംദഹസിയാന്തിരി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഊറബബബ ശംദഹസി, യേശുവിന്റെ നാമത്തിൽ റിഖമന സഞ്ചലറിയാന്തിരി റിയാ ശകലബറഹസിയാന്തിരി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങ് സ്തുതിക്കും. ഒരു നിമിഷം കണ്ണടച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് ചില ശരീര അവയവങ്ങളുടെ വേദനകളെ ഇന്ന് കർത്താവ് തൊടാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്പിരിച്വൽ സെൻസേഷൻ ഉണ്ടാകട്ടെ. സ്പിരിച്വൽ ഡൈമെൻഷനുകൾ തുറന്നു വരട്ടെ. കർത്താവ് ഇപ്പോൾ തന്നെ സൂപ്പർ നാച്ചുറൽ എബിലിറ്റികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഞാൻ അവരുടെ മേലെ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ കൈവെക്കുന്നപ്പ. ദേശങ്ങളെ പിടിച്ചെടുക്കുവാൻ, പട്ടണങ്ങളെ പിടിച്ചെടുക്കുവാൻ അഭിഷേകത്തിന്റെ ജ്വലനം ഉണ്ടാകട്ടെ അപ്പ. ദേശങ്ങളെ തൊടും, രാജ്യങ്ങളെ തൊടുന്ന അഭിഷേകം യേശുവിന്റെ നാമത്തിൽ. Thank you, Holy Spirit. ഈ കൈത്തണ്ടയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അസ്ഥികളുമായി ബന്ധപ്പെട്ട് വേദനകൾ വെളിപ്പെട്ടവരുണ്ടോ? വേദനകൾ വെളിപ്പെട്ട് പ്രാർത്ഥനയിൽ വെളിപ്പെട്ടവര് അങ്ങനെ വേദന ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഇടത് കൈയുടെ മുട്ട്. ഇന്ന് സൂമിലോ ലൈവിലോ അതേപോലെ തന്നെ ഉണ്ട്. അതിന് കേട്ടെ വേദന പറഞ്ഞവര് കൈയെടുത്ത് വെച്ച്, വേദന വെളിപ്പെട്ടവര് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഒന്ന് കൽപ്പിച്ച്. എങ്ങനെയാ കൽപ്പിക്കുന്നത്? എങ്ങനെയാ പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്?
ഒന്ന് പറഞ്ഞു, ഒരു നിമിഷം ഒന്ന് പറഞ്ഞു കൊടുത്തേ, ഒരാളൊന്ന് പറഞ്ഞു കൊടുത്തേ. ഒരാൾ പറഞ്ഞു എങ്ങനെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്ന ഒരു സെക്കൻഡ് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കണം. അവരോട് പറയുന്നത് എങ്ങനെയാ? യേശു നമ്മുടെ ഏത് രോഗമാണ് വെളിപ്പെട്ട എന്ത് രോഗമാ? കൈമുട്ടിന്റെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. യേശു നിങ്ങളുടെ കൈമുട്ടിന്റെ അസ്ഥികളുടെയും വേദന എടുത്തു മാറ്റി. യേശു ക്രൂശിൽ വഹിച്ചു. നമ്മൾ വേദന അനുഭവിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വേദനയെയും നമ്മുടെ രോഗത്തെയും യേശു ക്രൂശിൽ വഹിച്ചു. കർത്താവ് എന്ത് ചെയ്തു? കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആ രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രോഗാത്മാക്കളെയും രോഗശക്തികളെയും യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇനി പ്രാർത്ഥിച്ച് ഇനി രോഗികൾ കൈയെടുത്ത് വെച്ച് ഇപ്പൊ ഞാൻ ചോദിക്കും, യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്ന വേദനകൾ വിട്ടുമാറുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കൽപ്പിച്ചു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരമുണ്ട്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നിറയുന്നു. അത്ഭുതം വിടുതൽ നിറയുന്നു. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന്റെ ശക്തി. ആമേൻ. ആ രോഗമുണ്ടെന്ന് പറഞ്ഞവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. ആ വേദനയാന്ന് പറഞ്ഞവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റി. വേദന എന്ന് പറഞ്ഞവര് മാത്രം, വേദന ഉണ്ടായിരുന്നു പറഞ്ഞവര് മാത്രം. എല്ലാരും പോയോ? മ്യൂട്ട് മാറ്റി ഒന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്താ ഉണ്ടായത്? നിനക്ക് വ്യത്യാസം? വേദന ഉണ്ടായിരുന്നു. അത് വേദന സാക്ഷി പറഞ്ഞതാ ഞാന്. പിന്നെ നല്ല വേദന ഉണ്ട്. ഇപ്പൊ വേദന മാറി. ഇനി അടുത്തയാൾ ഇപ്പൊ പറഞ്ഞ ആളെന്താ വേദന ഉണ്ടായിരുന്നു? എനിക്ക് കൈമുട്ടിന്റെ അസ്ഥിക്കകത്തൊരു വേദന ഉണ്ടായിരുന്നേ. അത് ഞാൻ വേദന കൊണ്ട് വരട്ടിയിരിക്കും. ആ ഒരു ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ സിസ്റ്റർ എന്നാ പറ്റിയത്? ആ വേദന മാറിയത്. വേദന മാറി. ആമേൻ, സ്തോത്രം. അടുത്തയാള് വേദന ഉണ്ടെന്ന് പറഞ്ഞവര് മ്യൂട്ട് മാറ്റിയിരിക്കാതെ സൗഖ്യമായെന്ന് പറഞ്ഞേ. എന്റെയും കൈവേദന ഉണ്ടായിരുന്നു. ഇപ്പൊ മാറി. അടച്ചപ്പോ മാറി. കണ്ടോ? അടുത്തയാള് പറഞ്ഞു. വ്യത്യാസമുണ്ട് ബ്രദർ. എനിക്ക് വേദന ഇല്ല. വേദന വ്യത്യാസമുണ്ട്. നേരത്തേക്കാളും കുറവുണ്ട്. പോരാ. പൂർണ്ണ സൗഖ്യമാണ്. കൈവച്ചോണം. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ആശ്വാസമല്ല, അത്ഭുതമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ വിടുതലിനെ കൽപ്പിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ ചെക്ക് ചെയ്തേ. തിരിച്ചു മറിച്ചൊക്കെ ചെക്ക് ചെയ്തോണേ. അടുത്തയാള് ഇന്ന് ഞാന് ജോലിക്ക് പോയപ്പോ രാവിലെ 6 മണിക്ക് ട്രെയിൻ കിട്ടാൻ വേണ്ടി ഓടിയപ്പോഴ് റോഡിൽ ബമ്പുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് വീണു. 2 മുട്ടും പൊട്ടി, കൈയുടെ മുട്ടും പൊട്ടി, കാലിന്റെ മുട്ടും പൊട്ടി, പല്ലും പൊട്ടി. പക്ഷെ കർത്താവ് എനിക്ക് ഇപ്പോഴും സൗഖ്യം തന്നു. ഇപ്പൊ വേദന ഉണ്ടായിരുന്നു. എന്നെ സിസ്റ്റർക്ക് അനുഭവിച്ചത് പ്രാർത്ഥിച്ചപ്പോഴ് കർത്താവിന്റെ കൃപയാൽ ഇപ്പൊ ആ വേദന എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സ്വതന്ത്രം കർത്താവ് എന്ന സൗഖ്യമാക്കി പറ്റി നന്ദി പറയുന്നു. യേശുവിന്റെ വീഴ്ച നിമിത്തം ഉണ്ടായ മുറിവും വേദനയാണ് കർത്താവ് തൊട്ടു. ആമേൻ. ഇനി സാക്ഷിയുണ്ട്. അടുത്തത് കേട്ടോണേ. നമ്മൾ ഇനി അടുത്തൊരു പ്രവചന തലത്തിലേക്ക് ഒന്നുകൂടെ ചലിപ്പിക്കാൻ വേണ്ടി ആത്മമണ്ഡലത്തിൽ ചിലത് കാണാൻ വേണ്ടി പോവാം. കേട്ടെ. സാക്ഷി ഉണ്ടെന്ന് എനിക്കറിയാം. ഇനി നിങ്ങൾ പ്രാർത്ഥിച്ച് ഇതിനിടയ്ക്ക് ദൈവാത്മാവ് ചില സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് ചിലപ്പം വെളിപ്പെടുത്തും കർത്താവ്. സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഞാൻ ഇതിനു വേണ്ടി എന്നറിയാവോ, നിങ്ങൾ ഇനി പുറത്തേക്ക് ഇറങ്ങണം. സൂമിന്റെ അകത്ത് ഇരിക്കാൻ പറ്റത്തില്ല.
അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക, നശിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇങ്ങനെ പ്രവചനം കേട്ടിരിക്കുക. നിങ്ങൾ പ്രവചിക്കുന്നവരായി മാറും. നിങ്ങളുടെ അകത്തുണ്ട്. യേശുവിനെ കർത്താവ് വിശ്വസിക്കുന്ന ഏവർക്കും അന്ത്യകാല ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ഈ ഒരു പകർച്ച എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തു. എന്നോട് കർത്താവ് പറഞ്ഞു, നിങ്ങളെ അഭിഷേകം ചെയ്യുവാൻ, പകരുവാൻ, കൈവെക്കുവാൻ ഞാനത് ആത്മാവിൽ കൈവച്ചു. ഇന്ന് നിങ്ങളുടെ ഡ്യൂട്ടി അതിനെ ജ്വലിപ്പിക്കുക എന്നുള്ളതാണ്. ആത്മാവിന്റെ കൈമാറ്റം ലഭിച്ചാൽ പിന്നെ നമ്മൾ ജ്വലിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോണ കർത്താവ് ചില പേരുകൾ വെളിപ്പെടുത്താൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടോ? സോറി, ഇഷ്ടപ്പെടുന്നുള്ള വാക്കൽ ക്ഷമിക്കണം. ആഗ്രഹിക്കുന്നുണ്ടോ? അതാണ് പൗലോസ് പറഞ്ഞത്. വാഞ്ചിക്കാനാ പറഞ്ഞത്. ആഗ്രഹിക്കണം. യേശുവേ, എനിക്ക് കർത്താവ് എന്ന് ചിലത് വെളിപ്പെടുത്തും. അപ്പൊ നമ്മൾ ഇനി പ്രത്യേകിച്ച് ഒരു ബ്രദറിന്റെ ആവശ്യമില്ല. കുടുംബത്തിന്റെ അകത്ത് ഒരു തടസ്സം വന്നാൽ പ്രാർത്ഥനയിൽ തമ്പുരാൻ സംസാരിക്കും നിങ്ങളോട്. മനസ്സിലായോ? അടുത്ത വീട്ടിലെ സൗകര്യം പറയാം, മൊത്തം പ്രശ്നമാണെന്ന് പറയുമ്പോൾ ഇതാ വിഷയം കേട്ടോ ഇതിന്റെ പിന്നിൽ എന്നാണ് കാണിച്ചെന്ന് പറയുമ്പോൾ ഒറ്റ കൽപ്പന, അത് പൊട്ടിച്ച് മാറ്റാൻ പറ്റും നിങ്ങൾക്ക്. മനസ്സിലായോ? അനേകരെ സഹായിക്കുവാൻ പറ്റും. ലോകം മുഴുവൻ പോകാൻ പറ്റും. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും യേശുവിന്റെ നാമത്തിൽ ഒന്ന് ജ്വലിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ചില പേരുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് വെളിപ്പെടുത്താൻ വേണ്ടി പോവുക. ചില ഇൻസിഡന്റുകളെ ഞാൻ ചോദിക്കും. ആത്മാവിൽ കണക്റ്റഡ് ആകുന്ന ചില കാര്യങ്ങളെ ഞാൻ ചോദിക്കും യേശുവിന്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച ചില പേരുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് കണ്ണടച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്ന പേര് ശ്രദ്ധിച്ചോണം. ദൈവാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ ശരീരത്തിന്റെ അകത്ത് അസ്വാഭാവികമായ ചില ഫീലിങ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഞെട്ടല് പോലെയോ വിറയല് പോലെയോ, ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് ഒരു വൈബ്രേഷൻ പോലെയോ, ചിലപ്പോൾ നിങ്ങളുടെ ശരീരം ഒലയുന്നത് പോലെ പല ഫീലിങ്സുകൾ ഉണ്ടാവും. ദൈവാത്മാവ് നിങ്ങളുടെ ശരീരത്തെ തൊടുമ്പോൾ ബോഡിയിൽ റിഫ്ലക്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇരിക്കുന്നിടത്തുനിന്ന് ചിലപ്പം ചാടി എണീക്കാൻ തോന്നുമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ പുറകോട്ട് വീഴുമായിരിക്കാം. ഇതെല്ലാം ദൈവസാന്നിധ്യത്തിന്റെ റിഫ്ലക്ഷനുകളാണ്. ഇതൊന്നും നിങ്ങൾ അതിനെ വിമർശിക്കാൻ പോകരുത്. ചില അനുഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം സൗകര്യം പറഞ്ഞായിരുന്നു. ശരീരത്തിനാൽ പെട്ടെന്ന് ഒരു തണുപ്പ് വന്നു. വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ആ രോഗം, കാലിലുണ്ടായിരുന്ന രോഗം സൗഖ്യമായ സാക്ഷി നമ്മൾ കേട്ടായിരുന്നു അല്ലേ? ഭയങ്കര ഒരു തണുപ്പ് പെട്ടെന്ന് വന്നു. ആ തണുപ്പ് ശരീരത്തെ മുഴുവൻ മൂടി, ആ കാലെ മുഴുവൻ മൂടി. പിന്നെ നോക്കിയപ്പോൾ ആ വേദന ഇല്ലെന്ന് നമ്മളൊരു 3 മാസം വരെ സാക്ഷ്യം കേട്ടായിരുന്നല്ലേ? അതുകൊണ്ട് സാന്നിധ്യം പല രീതിയിൽ വരും, പല രീതിയിൽ ഫീലിങ്സുകൾ വരും. ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ചില പേരുകൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുമ്പിൽ തുറക്കുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു സഹോദരിയുടെ പേരാണ്, സഹോദരി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ പേരാണ് വെളിപ്പെടുന്നത്. ആ പേരുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് കർത്താവ് ചില ബന്ധങ്ങളെ തരും. ഒന്ന് പ്രാർത്ഥിച്ച് യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണോ കാഴ്ച നിങ്ങൾ കാണുന്നത്, ചില ഇൻസിഡന്റുകളെ കർത്താവ് വെളിപ്പെടുത്തും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില വർഷങ്ങളെയും ഡേറ്റുകളെയും കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോവുക. ചില നമ്പറുകൾ വെളിപ്പെടുത്തും. ഹൃദയത്തിലെ ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തും. പേഴ്സണലായിട്ട് രഹസ്യങ്ങളാണെങ്കിൽ നിങ്ങൾ ലൈവായിട്ട് പറയരുത്. ചില കാര്യങ്ങൾ തമ്പുരാൻ സീക്രട്ടുകൾ വെളിപ്പെടുത്തുമ്പോൾ ഓപ്പൺ ആയിട്ട് പറയാതിരിക്കാൻ പരിജ്ഞാനോട് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങളത് റിവീൽ ആക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സ്പിരിച്വൽ സെൻസേഷനെ ഞങ്ങൾ ഇന്ന് കർത്താവ് തൊടുന്നു. അതിനെ ഞങ്ങൾ ആക്റ്റീവ് ആക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ ഹൃദയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ചിലപ്പോൾ ആദ്യത്തെ ഒരു അക്ഷരമായിരിക്കാം വെളിപ്പെടുന്നത്, ചിലപ്പോൾ ഒരു പൂർണ്ണ രൂപമായ പേരായിരിക്കാം വെളിപ്പെടുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുത്തുന്നപ്പോ ഓ ജീസസ്, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അഭിഷേകത്തെ അങ്ങ് സ്പർശിക്കുന്നല്ലോ, അഭിഷേകത്തെ സ്പർശിക്കുന്നല്ലോ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. സ്പിരിച്വൽ സെൻസേഷൻ ഉണ്ടാകട്ടെ. ജീസസ് നെയിം, ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിലെ പേരുകൾ തുറക്കുന്നല്ലോ അപ്പ, വെളിപ്പെടുന്നല്ലോ അപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. മഞ്ജു എന്നുള്ള പേര് വെളിപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ആ പേര് ഹൃദയത്തിൽ അങ്ങനെ ഒരു പേര് വെളിപ്പെട്ടവരുണ്ടോ? മഞ്ജു എന്നൊരു പേര് വെളിപ്പെട്ടത് ആരെങ്കിലും ഉണ്ടോ? ഇനി ആ പേരിന്റെ ആരംഭമായ എം എന്ന് പറയുന്ന ഒരു അക്ഷരം വെളിപ്പെട്ടവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എസ് എന്ന് പറഞ്ഞ ആളാരാ? ആ വ്യക്തി റീത്ത സഹോദരിയാണോ? പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? ഓക്കെ, സിസ്റ്റർക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണോ?
ഒരാൾക്കേ പേര് കിട്ടിയുള്ളോ? ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണേ. മഞ്ജുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ഈ മെയ് എന്നുള്ള ഒരു മാസം കർത്താവ് എന്നെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട്, മഞ്ജുവുമായിട്ട് ബന്ധപ്പെട്ട് മെയ് എന്ന് പറയുന്ന ഒരു മാസം കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തുക. ഓക്കെ, ബ്രദറെ, ആ മഞ്ജു ഞാൻ മെയ് 11 വെഡിങ് മെയ് 11 വെഡിങ് ആനിവേഴ്സറി, മെയ് മാസം അല്ലേ? ജീസസ് നെയിം, യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളുടെ കുടുംബ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വെഡിങ് ആനിവേഴ്സറി അല്ലേ? വെഡിങ് ആനിവേഴ്സറി എനിക്ക് മെയ് മാസം കിട്ടിയത്. ഏതാ എനിക്ക് മെയ് മാസം എനിക്ക് കിട്ടിയായിരുന്നു? ഡേറ്റ് കിട്ടിയില്ല, കുഴപ്പമില്ല, നമ്മൾ ഡേറ്റ് ഒക്കെ കിട്ടും ഇനി, കേട്ടോ. അതാ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണേ. നിങ്ങളുടെ ഉള്ളത്തിലേക്ക് കണക്റ്റഡ് ആകുന്ന ടൈമാണിത്. സിസ്റ്ററെ, വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട മെയ് മാസം മഞ്ജുവിന്റെ അല്ലേ? യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്ന കുടുംബ ജീവിതത്തിന്റെ മേൽ കർത്താവ് ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി ഉണ്ടായി വരുന്നല്ലോ. അവരുടെ ജീവിതത്തിന്റെ മേൽ കുടുംബം ഒരു ശോഭിക്കുന്ന വിളക്കായി തീരട്ടെ. ഞാൻ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശു. ഇനി ആ പേര് വെളിപ്പെട്ട ഒരാളുടെ പേരെ ഞാൻ കണ്ടുള്ളൂ, മഞ്ജു എന്നുള്ളത്. ഇനി ശ്രദ്ധിച്ചോണേ. അതുകൊണ്ടാ പറഞ്ഞു, നിങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ചേ, ആഗ്രഹിച്ചേ. കർത്താവിന്റെ നാമത്തിൽ നിന്ന് ആഗ്രഹിച്ച കർത്താവ് ഇനി ആഴങ്ങളെ വെളിപ്പെടുത്തും. ഇൻ ദ നെയിം ഓഫ്, ഇത് നമ്മൾ എക്സസൈസ് ചെയ്യണം, മനസ്സിലായി? ഉപയോഗിക്കും തോറും നിങ്ങളുടെ ഉള്ളത്തിൽ കർത്താവ് സംസാരിക്കുന്നത് വ്യക്തമായി മനസ്സിലാകും. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ ഗിരിജ എന്ന് പറഞ്ഞ എന്നോട്, ആരാണത്? ഗിരിജ എന്ന് പറഞ്ഞോണ്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ഗിരിജ സിസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ പ്രാർത്ഥന ബ്ലെസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അത്ഭുതകരമായ പ്രവർത്തികൾ ആ കുടുംബത്തിന് മേൽ സംഭവിക്കണം. ഇനി ശ്രദ്ധിച്ച്, ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചോളാം. നിങ്ങൾ സ്പിരിച്വലി ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ വെളിപ്പെടുമെങ്കിലും ഞാൻ ഇന്ന് അതിനകത്ത് സെലക്ട് ചെയ്യുന്നതിന്റെ കാരണം, ഈ സമയത്ത് എനിക്ക് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് കർത്താവിൽ അത് ഇടയാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം വെളിപ്പെടുന്നുണ്ടെങ്കിലും ആ സ്പിരിച്വൽ കണക്ഷൻ കണക്ട് ആകാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ വെളിപ്പെടുന്ന കാര്യം ചോദിക്കുന്നത്, ഞാൻ പറയുമ്പോൾ ക്ഷമിക്കണം, ഞാനെന്ന വ്യക്തിയുടെ ഫോക്കസ് അല്ല. കർത്താവ് അങ്ങനെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പോകാൻ വേണ്ടി ആഗ്രഹിച്ചതല്ല, പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്ത് പോകാൻ വേണ്ടി ആഗ്രഹിച്ചത്. പക്ഷെ കർത്താവ് അങ്ങനെ ഒരു നിയോഗം, കർത്താവ് നിങ്ങളിൽ ആരെയൊക്കെയോ അതുപോലെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ആരെയൊക്കെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് റെഡി ആയിക്ക് ഒന്ന് പ്രാർത്ഥിച്ച് ചില കാഴ്ചകളെ കർത്താവ് ഇങ്ങനെ കാണും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് കർത്താവ് എന്റെ ഉള്ളത്തിലേക്ക് ഒരു പേര് കർത്താവ് വെളിപ്പെടുത്തുക. പക്ഷെ പേര് വെളിപ്പെടുത്തിയത് മരിച്ചുപോയൊരു വ്യക്തിയാണ് ഒരു ഭവനത്തിൽ. ആ വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തുമ്പോൾ പലപ്പോഴും സ്വപ്നത്തിൽ ആ വ്യക്തിയെ കാണും. ആ ഓർമ്മകൾ പലപ്പോഴും വരും, സ്വാഭാവികമാണ്. പക്ഷെ ഓർമ്മകൾ വരുന്ന കൂട്ടത്തിൽ മറ്റൊരു വ്യക്തിയെയും കൂടെ ആ സ്വപ്നത്തിൽ കാണും. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. എന്ന പേര് നിങ്ങളുടെ ഉള്ളത്തിൽ ആർക്കെങ്കിലും കർത്താവ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആദ്യം ഇത് നിങ്ങൾ ഭയപ്പെടുകയോ ടെൻഷൻ അടിക്കുകയോ ഒന്നും വേണ്ട. വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ അകത്തിരിക്കുന്ന കൃപാവരത്തെയാണ് ജ്വലിപ്പിക്കുന്നത്, പുറത്തുനിന്നൊന്നുമല്ല. നിങ്ങളകത്ത് പരിശുദ്ധാത്മാവുണ്ട്. ദൈവം നിങ്ങളെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മളെക്കാൾ ആഗ്രഹം കർത്താവിനുണ്ട് നിങ്ങൾ ഉപയോഗിക്കപ്പെടണമെന്ന്. ഞാനിപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ ഒരു പിതാവിന്റെ ആ മരണത്തിന് ശേഷവും സ്വപ്നത്തിലൂടെ കാണുമ്പോഴും അതേ സ്വപ്നത്തിൽ തന്നെ മറ്റൊരു വ്യക്തിയും കൂടെ കാണുന്നുണ്ട്. ഇതിങ്ങനെ മിങ്കിളായിട്ടാണ് കാണുന്നത്. സ്വപ്നത്തിൽ പല കാര്യങ്ങളും സംസാരിക്കും. അപ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ അകത്ത് ചില സമയത്തൊരു വല്ലാത്തൊരു ഭാരം കയറി വരും. യേശുവിന്റെ നാമത്തിൽ ഞാനെന്ത് ബ്ലസ് ചെയ്യുന്നപ്പ. ആ പിതാവിന്റെ പേര് തോമസ് എന്നാണ് പേര് കാണിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പേര് ഹൃദയത്തിൽ വെളിപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ, ഇനി ഈ ഒരു സ്വപ്നത്തിന്റെ അവസ്ഥ, മരിച്ചുപോയ ഈ പിതാവിന്റെ പേരിൽ സ്വപ്നങ്ങൾ വെളിപ്പെടുന്ന വ്യക്തി ആരാണോ, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ കാണുന്ന ഈ അവസ്ഥ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. അതാരാണോ ആ വ്യക്തി ഇപ്പോൾ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. നമ്മളെ അലട്ടുന്നൊരു മേഖലയാണ്. ചിലപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ അതൊരു നല്ലതല്ലേ കാണുന്നത്, പക്ഷേ ചില സമയങ്ങളിൽ നമ്മളെ അലട്ടുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തി ആമേൻ പറഞ്ഞ്
ദൈവപ്രവൃത്തിയെ സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ കൃപ ഇന്നവിടെ ചൊരിയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാൻ റിലീസ് ചെയ്യുന്നപ്പാ. നന്മയാക്കി തമ്പുരാൻ മാറ്റുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ, അങ്ങയുടെ നാമത്തിൽ തന്നെ. ആമേൻ. അതോടൊപ്പം തന്നെ ഈ സെപ്റ്റംബർ മാസം വെളിപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരുന്നോ? സെപ്റ്റംബർ മാസം പ്രാർത്ഥിച്ച സമയത്ത് വെളിപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരുന്നോ? സെപ്റ്റംബർ എന്ന് പറഞ്ഞ മാസം വെളിപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരുന്നോ? ബ്രദർ 9 കാണിച്ചു, എനിക്ക് 7 കാണിച്ചു, 10 കാണിച്ചു നമ്പർ. ഏത് മാസവുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്ററെ? 9 കാണിച്ചു, 7 കാണിച്ചു, 10 കാണിച്ചു. 9, 7, 10 എന്നുള്ളത് ശ്രദ്ധിച്ചോണേ സിസ്റ്ററെ. അങ്ങനെ കാണിച്ചു, ഒരുമിച്ചല്ല, വേറെ വേറെ കാണിച്ചു എനിക്ക്. 9, 7, 10 ഈ നമ്പരുമായിട്ട് റിലേറ്റ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണേ. 9, 7, 10, 9, 7, 10 ചിലപ്പോ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും നമ്പർ ആയിരിക്കാം. ബ്രദറെ, ഇതിനകത്ത് ഒരു മെസ്സേജ് കിടക്കുന്നുണ്ട്. സുമ എന്ന പേര് കാണിച്ചു, 10 കാണിച്ചു. എന്റെ പേര് സുമ എന്നാണ്. ജൂൺ 10-നാണ് ഞാൻ ജനിച്ചത്. കണ്ടോ? എന്നെ കാണിച്ച പേരാണ് ബ്രദറെ സുമ. സിസ്റ്ററെ കാണിച്ചതാണ്, ഡേറ്റ് സിസ്റ്ററെ കാണിച്ചതാണ്. ആ ഡേറ്റും എന്നെ കാണിച്ചതാ. സ്വോത്രം കണ്ട കർത്താവ് ഇടപെടുന്നുണ്ടോ? സിസ്റ്റർ ജനിച്ചത് 10-ാം തീയതി അല്ലേ? ഇനി സുമയെന്ന് പറഞ്ഞ സിസ്റ്ററെ കേട്ടെ. സുമയെന്ന് പറഞ്ഞ സിസ്റ്റർ 10-ാം തീയതിയാണ് ജനിച്ചെന്നുള്ളത് ഈ സഹോദരൻ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? സഹോദരി അറിയത്തുമില്ല. കണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കുന്ന ദൈവാത്മാവിന്റെ ഇടപെടൽ കണ്ടോ? നിങ്ങൾക്ക് കർത്താവിന്റെ ഇടപെടൽ നിങ്ങളോട് ബന്ധപ്പെടുന്ന കണ്ടോ? യേശുവിന്റെ നാമത്തിൽ ആ സഹോദരി അവിടെ കമന്റ് ചെയ്തു. ഇനി ഇതുപോലെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. ചോദിച്ച് നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്താണോ കർത്താവ് കാണിക്കുന്ന സമയങ്ങൾ, ഇതുപോലുള്ള ഡേറ്റുകൾ നിങ്ങൾ ചെക്ക് ചെയ്ത് പോകണം. അതൊരു നല്ലൊരു അവസരമാണ്. പരസ്പരം നിങ്ങൾ കാണാത്ത വ്യക്തികൾ, അത് വലിയൊരു ഗുണമാണ് നിങ്ങൾക്ക്. ഇപ്പൊ സൗരി പറഞ്ഞു കേട്ടോ, സുമയെന്ന് പറഞ്ഞൊരു പേര് കാണിച്ചു. പക്ഷെ പേര് മാത്രം വെളിപ്പെട്ടാൽ പോരെ കേട്ടോ, അത് നമുക്ക് സ്റ്റക്കാവും. അപ്പൊ അതേ പേരുകാർ 100 പേര് വരും. ഇപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഈ ഇന്ന വ്യക്തിയാന്ന് അറിയണമെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ 10-ാം തീയതി ഡേറ്റിനെ കാണിച്ചു. അപ്പൊ എന്താ മനസ്സിലായത്? സുമ 10 വല്ലതും മനസ്സിലായോ? അപ്പൊ ആ സഹോദരിക്ക് മനസ്സിലായി. സഹോദരി പറഞ്ഞു എന്റെ പേര് സുമയെന്നാണ്, ഞാൻ 10-ാം തീയതിയാണ് ജനിച്ചത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആത്മീയ കണ്ണുകൾ നിങ്ങളിൽ തുറന്നിരിക്കുന്നു. യേശുവേ നന്ദി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ പരിശുദ്ധാത്മാവിന്റെ പകർച്ച എന്താന്നുള്ളത്? ഇനി ശ്രദ്ധിച്ചോണം. ഇനി നമുക്ക് ഉള്ളത്തിലേക്ക് വരുന്നത്, നിങ്ങൾക്ക് എവിടുന്നാണോ ഈ ആത്മാവിന്റെ പകർച്ച കിട്ടിയത്, ഏത് ബ്രദറോ ഏത് ദൈവദാസനോ ഉണ്ട്, ഇനി നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അടുത്തൊരു ലെവലിലേക്ക് നിങ്ങളെ കയറ്റുവാനും ദൈവ ആ വ്യക്തിയെ ഉപയോഗിക്കുന്നത്. പല ആൾക്കാർക്കും പറ്റുന്നൊരു കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ദൈവം വിടും, കുറച്ച് കഴിയും വളരും. പക്ഷെ ഒരു ടൈം വരെ നിങ്ങൾ വളർച്ചയുടെ പീരീഡിലേക്ക് പോകണം. ഇവിടെ വളരെ ശ്രദ്ധയുള്ള പലർക്കും പറ്റുന്ന കുഴപ്പം ഇതാണ്. ഈ അഭിഷേകം നിങ്ങൾക്ക് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കീഴ്പ്പെടുന്ന ഒരു മനോഭാവം പയ്യെ നമ്മൾ ഇന്ന് മാറിപ്പോ തുടങ്ങും. എവിടുന്നാണോ പകർച്ചയുണ്ടായത്, എലിയാവ് പുതപ്പിട്ട ഉടനെ എന്ത് ചെയ്തു? എലീശ ആദ്യം ചെയ്ത ശുശ്രൂഷ, എലിയാവിന്റെ പുതപ്പെടുത്തിട്ടുണ്ട്. നാളെ മുതൽ എലിയാവാകാൻ നോക്കിയില്ല, പകരം എന്നാ ചെയ്തത് പറഞ്ഞ് ഇവള് വായിച്ച ഒരാളെന്ന് പറഞ്ഞ് എന്നാ ചെയ്തത്? എലിയാവിനെ പറ്റി, എലീശയെ പറ്റി എന്നാ പറയുന്നത്? അല്ലല്ല, എലീശ എന്താ ചെയ്താൻ തുടങ്ങിയത്? പിറ്റേ ദിവസം മുതൽ എലിയാവിനെ പറ്റി പറഞ്ഞത് എന്തുവാ? എലീശയെ പറ്റി പറഞ്ഞോണ്ട് ഏലിയാവിന്റെ കൈക്ക് കണ്ടോ? എലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തൊരു പ്രവാചകൻ കണ്ടോ? കീഴ്പ്പെടുന്ന മനോഭാവം കണ്ടോ? കീഴ്പ്പെടുന്ന മനോഭാവം. അതിന്റെ അർത്ഥം നാളെ മുതൽ നിങ്ങൾ ബ്രദറിന്റെ കൈയ്യിൽ ഒന്ന് വെള്ളം ഒഴിക്കുക എന്നുള്ളതല്ല. അതിന്റെ അർത്ഥം കീഴ്പ്പെടുക. ദൈവത്തിനല്ല, ദൈവത്തിന് കീഴ്പ്പെടുകയും കർത്താവിന്റെ അഭിഷക്തന്മാരെ അനുസരിക്കണം. ഞാനിത് എപ്പോഴിത് തുടക്കത്തിലെ വാണിംഗ് തരാൻ കാരണം, നാളെ മുതൽ ഈ ആത്മീയ കണ്ണ് തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പലതും കാണാൻ പറ്റും. ആൾക്കാർ അടുത്ത് വരുമ്പോഴേക്കും തമ്പുരാൻ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുകയും നിങ്ങൾ അതെവിടുന്നാണോ പകർച്ച ലഭിച്ചത് അവിടുന്ന് കൂടുതൽ വളരാൻ ശ്രമിക്കണം. ദൈവം നിങ്ങളെ ആക്കി വെക്കുന്ന സമയം വരെയും. ആമേൻ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ആഗ്രഹത്തോടെ നാളെ മുതൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധ മാറരുത്. ഞാൻ പറയുന്ന സമയങ്ങളിൽ മാത്രം പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കൊരിന്ത്യ സഭയ്ക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും.
അവരിങ്ങനെ പൗലോസ്ലീഗ അപ്പോസ്തലന്മാര് പ്രവചിക്കുമ്പോൾ കുറെ പേര് വചനം പറയുമ്പോൾ കുറെ പേര് പ്രവചിക്കുക തല കൈവച്ചുകൊണ്ട്. കുറെ പേര് അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുക, അന്യഭാഷ പറയുന്നു, കുറെ പേര് വ്യാഖ്യാനിക്കുന്നു, സഭ കുത്തഴിഞ്ഞു പോയി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്. അവിടെ സംഭവിച്ചത് നമ്മുടെ ഇടയിൽ സംഭവിക്കരുത്. അവിടെ നിഗളം കീർന്നുകൊണ്ട് അവർക്ക് സംഭവിച്ചത്. കാര്യം അവരോടത്ത് ഞങ്ങൾ ആ വചനം പറയുന്നതിനേക്കാൾ വലിയവനാണ് പ്രവചിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരിടയ്ക്ക് പ്രവചിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചോണേ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നാളെ മുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളും കൂടെ പ്രാർത്ഥിച്ചിട്ട് എന്താണോ കർത്താവ് വെളിപ്പെടുന്നത് അത് കമന്റ് ചെയ്തുകൊണ്ടിരിക്കണം. കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ സൗരി പറഞ്ഞില്ലേ, സൗരി കമന്റ് ബോക്സിൽ നോക്കിയപ്പോഴേക്കും വെളിപ്പെട്ട് സുമ ഡേറ്റ് 10 അത് എന്റെ ജനനമാണ്. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്ന നമ്പറുകൾ, നിങ്ങൾക്ക് ലഭിക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയാണോ അത് ഷെയർ ചെയ്യുക. ചിലപ്പോൾ അവരുടെ വിഷയത്തിന്റെ വിടുതലായിരിക്കാം. അപ്പൊ ബ്രദറിന് കുറച്ചും കൂടി എളുപ്പമായില്ലേ? കണ്ടോ? അപ്പൊ നമ്മൾ കുറച്ച് പേരോട് എല്ലാവരും നിങ്ങൾക്ക് സംസാരിക്കാൻ തുടങ്ങും. ഇതാണ് ദൈവത്തിന്റെ സഭ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവര്, വേദനകളാൽ ഭാരപ്പെടുന്നവരുടെ കൂട്ടത്തിലുണ്ടോ? ഇവിടെ ഉണ്ടോ? രോഗത്താൽ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട സൗകര്യം പറഞ്ഞു 5 വർഷമായിട്ടുണ്ടായിരുന്ന മുഴ തപ്പിയപ്പോ കണ്ടില്ല, ചുങ്ങിപ്പോയി. കൈവച്ചോ. ഇനി ശ്രദ്ധിച്ചോണേ, ഈ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ചോദിക്കും എന്താണ് നിങ്ങൾക്ക് വന്ന വ്യത്യാസം. അപ്പൊ നിങ്ങൾ മ്യൂട്ടാക്കി മിണ്ടാതിരിക്കരുത്, പ്രതികരിക്കണം. സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്, അത്ഭുതം നിങ്ങളുടെ അവകാശമാണ്, നിത്യജീവൻ നിങ്ങളുടെ അവകാശമാണ്, നിത്യരക്ഷ നിങ്ങളുടെ അവകാശമാണ്, നിങ്ങൾക്ക് നന്മ നിങ്ങളുടെ അവകാശമാണ്. കടം മേടിച്ച് മുടിയുന്നതല്ല നിങ്ങളുടെ അവകാശം, വാരി വീതറി കൊടുക്കുന്നതാണ്. കുടുംബത്തിന്റെ ഒരു സമാധാനമില്ലാതെ ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ എന്നല്ല, ഞാനും എന്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കുന്നതാണ്. തലമുറകൾ കർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അല്ല, അവരോട് ഒരുമിച്ച് ആരാധിക്കുന്നതാണ്. ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും കോശം എന്റെ കൂടാരത്തിൽ വെളിപ്പെടും. ആമേൻ, ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വേദനയാൽ ഭാരപ്പെടുന്നവർ കൈയെടുത്തു വെച്ച് രോഗശക്തിയോട് കൽപ്പിക്കാൻ വേണ്ടി എല്ലാവരും എന്റെ കൂടെ എല്ലാവരും ഒന്ന് വിളിച്ചു പറഞ്ഞു, യേശുവൻ നിങ്ങളുടെ രോഗത്തെ അവരോട് പറഞ്ഞ് പിശാച് കേൾക്കട്ടെ, പിശാച് കേൾക്കട്ടെ, ആ രോഗത്തിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ദുഷ്ട പിശാച് കേൾക്കട്ടെ. യേശു നിങ്ങളുടെ വേദനകളെ ക്രൂശിൽ വഹിച്ചു, യേശു നിങ്ങളുടെ രോഗത്തെ ക്രൂശിൽ വഹിച്ചു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഉറക്കെ പറഞ്ഞു, ധൈര്യമായിട്ട് ഇത് കൽപ്പിച്ച്, ഒന്ന് കൽപ്പിച്ച്, എല്ലാവരും കൽപ്പിച്ച്. യേശുവിന്റെ നാമത്തിലെ വേദനകളാൽ ഭാരപ്പെടുന്നവർ കേട്ട് നിങ്ങൾ ആ വേദനയുമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിന്റെ പ്ലാൻ അല്ല, ക്യാൻസൽ ചെയ്തു. യേശുവിന്റെ നാമത്തെ രോഗത്തെ ക്യാൻസൽ ചെയ്യുന്നു എന്ന് കൽപ്പിച്ച്, എല്ലാവരും കൽപ്പിച്ച്. യേശു നിങ്ങളുടെ രോഗത്തെ വഹിച്ചിരിക്കുന്നു. യേശു യെശയ്യാവ് 53:5 ഞാൻ പറഞ്ഞു, യേശു നമ്മുടെ രോഗത്തെ വഹിച്ചു, യേശു നമ്മുടെ വേദനകളെ ചുമന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു, കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവേ ഞങ്ങളുടെ നാമത്തിൽ എന്ന് കൽപ്പിക്കുന്നപ്പ വേദനകൾ ഇപ്പോൾ വിട്ടുമാറുന്നു, രോഗശക്തികൾ ഇപ്പോൾ തന്നെ വിട്ടുമാറുന്നു. കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നപ്പ, പൂർണ്ണ വിടുതലിനെ കൽപ്പിക്കുന്നപ്പ. ആ വേദന വേരോടെ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു മാറിപ്പോകുന്നു, കടലിൽ ചാരിപ്പോകുന്നു. ആ രോഗശക്തികളെയും രോഗത്തിന്റെ ദുരാത്മാക്കളെയും ഞങ്ങൾ ഇപ്പോൾ കൽപ്പിക്കുന്നപ്പ. ഈന്ത നട്ടലിന്റെ വേദനകൾ മാറിപ്പോകട്ടെ, ആ രോഗങ്ങൾ മാറിപ്പോകട്ടെ, മുഴകൾ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ, അപ്രതീക്ഷമാകട്ടെ, നീരുകൾ വറ്റിപ്പോകട്ടെ. യേശുനാമത്തിൽ ബ്ലഡിലെ രോഗങ്ങൾ സൗഖ്യമാകുന്നല്ലോ, എല്ലാ റിപ്പോർട്ടുകളും അനുകൂലമാകുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. അത്ഭുത വിടുതൽ നന്ദിയപ്പ, അത്ഭുത വിടുതൽ നന്ദിയപ്പ. ചില ഈ ബ്ലോക്കായ നോസുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായിരിക്കുന്നു. അത്ഭുതപ്പെട്ട് കൈയെടുത്ത് വെച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള കണ്ണുകളുടെ കാഴ്ചകൾ വർദ്ധിക്കുന്നു, കേൾവി വർദ്ധിക്കുന്നു, ഇപ്പോൾ തന്നെ സ്പിരിച്വൽ സെൻസേഷൻ വർദ്ധിക്കുന്നു, മിറക്കിൾ മണി തുറന്നു വരുന്നു. സാമ്പത്തിക മേഖല യേശുവിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കുടുംബത്തിന്റെ മേൽ പൈശാചിക ശക്തികളെ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ. സകല ദുരാത്മാക്കളെയും യേശുവിന്റെ നാമത്തിൽ പിടിച്ചു കെട്ടുന്നപ്പ.
സമാധാനം വാഴട്ടെ, നന്മ വാഴട്ടെ, ഉയർച്ച വാഴട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൗഖ്യത്തിന്റെ ശക്തിക്കായി നന്ദി. ആമേൻ, 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 ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ഈ സമയത്ത് ആ രോഗം, വേദന ഉണ്ടെന്ന് പറഞ്ഞ് എത്ര പേരുണ്ട്? അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. പ്രാർത്ഥിച്ചതിന് ശേഷം എന്താ വ്യത്യാസം വന്നവര്? അവര് മാത്രം ഒന്ന് പറഞ്ഞ് എന്താണ്? മുട്ടിന്റെ വേദന വേദന മാറി. എത്ര നാളുടെ വേദന ഉണ്ടായിരുന്നു? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ. എത്ര നാളായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ട്? 4 ദിവസമായിട്ടുണ്ട് ഇങ്ങനെ. ഇപ്പൊ വേദന ഇല്ല? ഇല്ല, ഇപ്പം തൊട്ട് നോക്കുമ്പോ വേദന ഇല്ല ഇപ്പൊ. ഓക്കെ. കർത്താവ് സൗഖ്യമാക്കി കൃപയ്ക്കുന്നു. മറ്റാരെങ്കിലും? ബ്രദറെ, എന്റെ കൈക്ക് വേദന, ഷോൾഡറിന് വേദന ഉണ്ടായിരുന്നു. അതിപ്പം പ്രാർത്ഥിച്ചപ്പം പോയി ബ്രദറെ. ഇപ്പൊ വേദന ഇല്ല? ഇല്ല, വേദന. ഓ, നന്ദി കർത്താവ്. ഒരു നിമിഷം നമുക്ക് ജോൺ ബ്രദറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. UK-യിലുള്ള ഒരു മിനിറ്റ് ജോൺ ബ്രദറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയ മകൻ കാലിന്റെ വേദനയാൽ, പ്രത്യേകിച്ച് ഒരു ക്യാൻസറിന്റെ ബുദ്ധിമുട്ടിനാൽ അദ്ദേഹം ഭാരപ്പെടുന്നു. പക്ഷെ യേശു ക്യാൻസർ വഹിച്ചതാ. കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇപ്പോൾ നിമിഷം തന്നെ ഇന്ന് ആ മകൻ ആ ഹോസ്പിറ്റലിലെ കിടക്കയിൽ നിന്നും കർത്താവ് ഉറക്കി എന്ന് പറഞ്ഞു, യേശു ജോൺ ബ്രദറിന്റെ ക്യാൻസർ ക്രൂശിൽ വഹിച്ചതാ. യേശു ജോൺ ബ്രദറിന്റെ ക്യാൻസർ. എല്ലാരും പറഞ്ഞു ഉറക്കി എന്ന് പറഞ്ഞു. ദൈവമക്കള് ഉറക്കെ വിളിച്ചു പറ. ആ പിശാച് കേൾക്കട്ടെ, ആ രോഗം കേൾക്കട്ടെ, ആ രോഗശക്തി കേൾക്കട്ടെ. പറ, യേശു ജോൺ ബ്രദറിന്റെ ക്യാൻസറിനെ ക്രൂശിൽ അനുഭവിച്ചതാ. യേശു ആ രോഗത്തെ അനുഭവിച്ചതാ. യേശു ക്യാൻസർ അനുഭവിച്ചതാ. യേശു ജോൺ ബ്രദറിന്റെ ക്യാൻസറിന് വേണ്ടി രോഗത്തെ അനുഭവിച്ചതാ. കർത്താവിന്റെ അടിപ്പിണരുകളാൽ ജോൺ ബ്രദറിന്റെ കാലിന് സൗഖ്യം വന്നിരിക്കുന്നു. ആ രോഗത്തിന് സൗഖ്യം വന്നിരിക്കുന്നു. ക്യാൻസറിനെ ഞങ്ങൾ പിടിച്ചുകെട്ടുന്നപ്പ. യേശുവിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക രോഗശക്തികളെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പിടിച്ചുകെട്ടുന്നപ്പ. 2026 കയറുമ്പോൾ കർത്താവ് ഇന്ന് പ്രിയമകൻ ആ കാലുകൊണ്ട് തന്നെ ഓടട്ടെ. UK-യുടെ പല പ്രദേശങ്ങളിൽ ഓടി നടന്ന് യേശുവിന് വേണ്ടി സാക്ഷ്യമാകട്ടെ. കിടക്കെടുത്ത് നടക്കാൻ അരുളി ചെയ്ത യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ജീവൻ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമം. എല്ലാ ദിവസവും ജോൺ ബ്രദറിന് വേണ്ടി നന്ദി പറഞ്ഞോണം. കർത്താവെ, പ്രിയമകൻ UK-യിലെ പ്രദേശങ്ങളിൽ ക്യാൻസർ യേശു എടുത്തു മാറ്റിയെന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന സാക്ഷ്യം ഞങ്ങൾ കേൾക്കുമെന്ന് എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ പറയണം. ഇന്നു മുതൽ ആ വ്യത്യാസത്തെ കർത്താവ്, അതെ, പേടകളുടെ കാലുകളെ പോലെ കർത്താവ് അനേക സ്ഥലങ്ങളിൽ ഓടാനുള്ളതാ. ഗോഡ് ബ്ലസ് യു. യേശുവിന് ഇന്ന് രോഗം ഉള്ളവര് പ്രാർത്ഥിച്ച് ആ സൗഖ്യത്തെ അനുഭവിച്ച ആൾക്കാർ ഇപ്പൊ പറഞ്ഞു അല്ലേ? ഒന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞു സിസ്റ്റർ. എന്നെ പറ്റിയത്? ഞാൻ രാവിലെ അടുത്ത ഒരു കിടക്കുന്ന ഒരു അമ്മയെ എടുത്തു നോക്കിയപ്പോ സമയത്ത് കാലിന്റെ ഞരമ്പിനെല്ലാം വേദനയായിരുന്നു, നടുവിന് വേദനയായിരുന്നു. പ്രാർത്ഥിച്ച സമയത്ത്, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് കൈ എടുത്തു വെച്ച് പൂർണ്ണ വിടുതൽ കിട്ടി. നന്ദി കർത്താവേ, അങ്ങ് വിടുവിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും? വേദന ഉണ്ടായിരുന്നു. എത്ര നാളായിട്ട്, അല്ലെങ്കിൽ എത്ര ദിവസമായിട്ട്? 6 മാസമായിട്ട് എന്റെ കൈയുടെ ഒരത്തിന് വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ വേദന ഇപ്പൊ അവിടുന്ന് മാറി. 6 മാസമായിട്ടുണ്ടായിരുന്ന. കർത്താവേ, സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും? ഈ ശരീരത്തിൽ മുഴകൾ അപ്രതീക്ഷിതമായിരിക്കും, നീരുകൾ വറ്റിക്കോണം, ചെക്ക് ചെയ്തോണേ. പറഞ്ഞു. എന്റെ തലയുടെ ഒരു സൈഡില് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഇന്ന് 2 ദിവസമായിട്ട് അത് പൂർണ്ണമായിട്ട് മാറി. യേശുവെ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും? പറഞ്ഞു. വേദന ഇപ്പൊ കുത്തുന്നണക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ അത് മാറിപ്പോയി. നല്ല ആശ്വാസമാണോ സൗഖ്യമാണോ? ഏതാ കിട്ടിയേക്കുന്നത്? ഇപ്പം ഇല്ല, വേദനയില്ല. സ്വോത്രം. അങ്ങനെ വ്യക്തമായിട്ട് പറ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. പറഞ്ഞു. എന്റെ നെഞ്ചിന് ഒരാഴ്ച വല്ലാത്ത അസ്വസ്ഥ വേദന, ഇങ്ങനെ തൊടുമ്പോ സൂചി കുത്തുന്ന പോലെ. ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അതില്ല, തൊട്ട് കഴിഞ്ഞ് വേദനയല്ല. നന്ദി കർത്താവ്, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും? പറഞ്ഞു. ഇങ്ങനെ വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ആ വേദന മാറി. എത്ര നാള് ബുദ്ധിമുട്ടുണ്ടായിരുന്നു?
കുറെ നാളുകളായതായിരുന്നു. എന്നാലും എത്ര നാള്? ഒരു ഞാൻ നേരത്തെ ഒന്ന് വീണതായിരുന്നു. രണ്ടു വർഷത്തോളം ആയായിരുന്നു. കണ്ടോ? പറഞ്ഞു. എന്നിട്ട് ആ വേദന അന്നും പോയി നിൽക്കുവായിരുന്നേ. ഇപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ വേദന അങ്ങനെ ഒട്ടുമില്ല. 2 വർഷമായിട്ട് വേദന നിമിത്തം ഉണ്ടായ വേദനയായിരുന്നു, അതിങ്ങനെ വന്നും പോയി നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ചെക്ക് ചെയ്തപ്പോ പൂർണ്ണ മാറ്റം ഉണ്ടായി അല്ല, അങ്ങനെയല്ലേ പറഞ്ഞേ? പൂർണ്ണ മാറ്റം ഉണ്ടായി. ഓ യേശുവേ, അങ്ങ് സൗഖ്യമാ കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും പറഞ്ഞോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഞാൻ ഈ പ്രാർത്ഥന തുടങ്ങി 8:30 തുടങ്ങിയപ്പം എന്റെ മൊബൈലില് നെറ്റ് തീരാറായിരുന്നു. ഞാൻ പിള്ളേരുടെ അടുത്ത് കണ്ട് വഴക്ക് പറഞ്ഞു. ഞാൻ ഓർത്ത് കർത്താവേ, നെറ്റ് തീർന്നു പോയല്ലോ, എനിക്ക് പ്രാർത്ഥന കൂടാൻ പറ്റുമല്ലോ. എന്നാലും കർത്താവ് അത്ഭുതം ചെയ്യും. പ്രാർത്ഥന തീരുന്നോളം വരെ നെറ്റ് നിൽക്കും. അതിനുശേഷം ഞാൻ അത് കഴിഞ്ഞ് ഫോൺ എടുത്ത് വിളിച്ചു നോക്കിയപ്പോൾ ഫോണിനകത്ത് പൈസ ഇല്ല. അപ്പൊ എനിക്ക് ആ വിഷമമായി പ്രാർത്ഥന. പക്ഷെ ഈ നിമിഷം വരെ, ഈ സമയം വരെ നെറ്റ് പോയിട്ടുമില്ല, എനിക്ക് പ്രാർത്ഥന കേൾക്കാനും പറ്റുന്നുണ്ട്. ഇത് വലിയൊരു അത്ഭുതം തന്നെയാണ് പ്രിയ സഹോദരൻ പറഞ്ഞത്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ മിറക്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലുമാണ്. ഫോണിന് നെറ്റ് തീർന്നിരിക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ പ്രാർത്ഥന കയറിയപ്പോൾ ഒന്ന് കൽപ്പിച്ചു, കർത്താവ് തീരുന്നവരെ പോകരുത് എന്ന്. പക്ഷെ നോക്കിക്കേ, നമുക്കറിയാം നെറ്റ്വർക്കിന് ജീവനുണ്ടോ? ഇല്ല. പക്ഷെ ദൈവമക്കൾ കൽപ്പിച്ചാൽ ആകാശം നിൽക്കും. യോശുവ പറഞ്ഞപ്പോൾ എന്ത് ചെയ്ത്? സൂര്യനെ ചന്ദ്രനെ പിടിച്ചു നിർത്തി. ചിലത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ഗോഡ് ബ്ലസ് യു ബ്രദർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും കേട്ടോ. മറ്റാരെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത്. എനിക്ക് 1 വർഷത്തോളായിട്ട് ഇടത് കൈയിന് ഭയങ്കര വേദനയായിരുന്നു, ഷോൾഡർ പെയിൻ. അപ്പൊ അത് എക്സ്റേ എടുത്തപ്പോ ഇവിടെ ഇല്ല, തേമാനായിട്ട് ഇങ്ങനെ വിട്ട പോലെയായിട്ട് അങ്ങനെ നിൽക്കണ്ടായിരുന്നത്. ഇന്നിപ്പോ ഡോക്ടറെ കാട്ടിയപ്പോ ഞാൻ പ്രാർത്ഥനയിൽ കയറി അവിടെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് നല്ല സൗഖ്യം കിട്ടിയപ്പോ. പൂർണ്ണ സൗഖ്യമാണോ ആശ്വാസമാണോ? അല്ല, പൂർണ്ണ സൗഖ്യം. എനിക്ക് കൈ പൊന്തിക്കാൻ പറ്റിയിരുന്നില്ല, ഇപ്പൊ പൊന്തിക്കാം. ഓ, നിങ്ങൾ കേട്ടത് വലിയൊരു സാക്ഷ്യമാണ്. ആ എക്സ്റേ എടുത്ത പടത്ത് അസ്ഥി ഇച്ചിരി മാറി നിൽക്കുന്നതായിട്ട് കാണിച്ചു. ഇന്ന് ഡോക്ടറെ കണ്ടതാണ്, കൈ പൊന്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് രോഗസൗഖ്യ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേ കൈ ഇപ്പൊ പൊക്കാൻ പറ്റുന്നുണ്ട്. എക്സ്ട്രാ വേദനയില്ല. ഓ എന്റെ യേശു, ഇത് അത്ഭുതമാണ്. ഇതൊക്കെ നേരിട്ട് വരുമ്പോൾ സാക്ഷ്യം പറയണം കേട്ടോ. ഈ റിപ്പോർട്ടും ഈ എക്സ്റേ ഒക്കെ ആയിട്ട് വരണം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള്. ബ്രദറെ ഒരു സെപ്റ്റംബർ എന്ന് പറഞ്ഞില്ലേ, ആ സെപ്റ്റംബർ കണ്ടുന്നില്ല, അതെന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. അതേപോലെ ഈ പ്രാർത്ഥന തുടങ്ങിയ സെപ്റ്റംബർ ബ്രദർ പറയുന്നവർക്ക് എന്റെ 2 കാലും കുത്തി കഴിക്കായിരുന്നു, ഇരിക്കാനും പറ്റില്ല. ബ്രദർ എനിക്ക് പോവാൻ തോന്നുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് അസഹ്യമായ ഒരു വേദനയായിരുന്നു. കുത്തി കഴിക്കലും ഭയങ്കര വേദന, ഒന്നും എനിക്ക് ഇരിക്കാൻ പറ്റുന്നായിരുന്നില്ല. ഈ സെപ്റ്റംബർ എന്ന് പറഞ്ഞോടുകൂടി പെട്ടെന്ന് ആ വേദന, എല്ലാ കുത്തികഴപ്പ്, പെട്ടെന്ന് അസ്വസ്ഥത പോയി ശരീരത്തിന്. ഓ യേശു, ഇത് വലിയൊരു അത്ഭുതമാണ്. ആ പ്രവചന ആലോചനയുടെ കർത്താവ് രോഗശക്തിയെ കർത്താവ് പുറത്താക്കിയതാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. സൗഖ്യമാണ്. ഇന്നലെ എന്റെ പല്ലിന്റെ അടിനരയില് മോണയ്ക്കൊക്കെ വേദനയായിരുന്നു. ഒരു 2-3 ആഴ്ചയായിട്ട് പല്ല് ഇളവും ഉണ്ടായിരുന്നു, വേദനയായിരുന്നു. അപ്പൊ ഇന്നലെ പ്രാർത്ഥിച്ച സമയത്ത് വേദനയൊന്നും അന്നേരം എനിക്ക് സൗഖ്യം വന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് നേരം വെളുത്തി ഇതുവരെയും വേദന ഉണ്ടായിട്ടില്ല. നന്ദി കർത്താവ്. ഇത് വലിയൊരു സാക്ഷ്യമാണ്. ഇന്നലെ പ്രാർത്ഥിച്ച ശേഷം മോണ നിരക്കി വേദന ഉണ്ടായിരുന്നു. ഇന്നലെ പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവിന്റെ അത്ഭുതം കർത്താവ് ചെയ്തു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തയാള് പറഞ്ഞു. എനിക്ക് പല്ലുവേദന ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ഇപ്പം പല്ലുവേദന ഇല്ല, പൂർണ്ണമായിട്ട് മാറി കർത്താവിന്റെ കൃപയാൽ. നന്ദി കർത്താവ്, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്കുന്ന വേദനകൾ യേശു മാറ്റിയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാളാ. എന്തോ എന്തോ സുമ 10 പറഞ്ഞില്ലേ ബ്രദർ, അത് എനിക്ക് ഏപ്രിൽ 10 ഡേറ്റ് ഓഫ് ബർത്ത്. അത് ഏറ്റെടുത്ത സിസ്റ്ററെ, കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവ് ഇടപെടുന്ന കാര്യങ്ങളെ ടൈപ്പ് ചെയ്യുക. ഇന്നു മുതൽ രാത്രിയിൽ പ്രാർത്ഥിക്കുക, ദൈവം സംസാരിക്കും. എഴുതി വെക്കുക ഒരു പേപ്പറിൽ. എല്ലാം നമുക്ക് അയക്കാൻ പറ്റത്തില്ലെങ്കിലും അതിന്റെ അകത്ത് ദൈവം ഇടപെടുന്നതിന്റെ അകത്ത് ഒരു സാന്നിധ്യം ഉറപ്പുണ്ട്. അത് എഴുതി വെക്കുക സിസ്റ്റർ, ഏറ്റെടുത്തു കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു പറഞ്ഞു. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ എനിക്ക് പീരീഡ് ആയിട്ട് ബ്ലീഡിംഗ് ആയിട്ട് ഭയങ്കര വയറുവേദനയായിട്ട് എനിക്ക്
അതുപോലെ എനിക്ക് വേറെ കുത്തി കീറുന്നത് പോലെ തന്നെയായിരുന്നു. തിങ്കളാഴ്ച ഞാൻ വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ കിടന്നുകൊണ്ടാണ് പ്രാർത്ഥന കേട്ടത് തന്നെ. അപ്പൊ വേദനയുള്ളടുത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ ബ്രദർ പറഞ്ഞപ്പോൾ ഞാൻ കിടന്നുകൊണ്ട് തന്നെ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്തായാലും ഇന്നലെ മുതൽ ബ്ലീഡിങ് നിന്നിട്ട് എനിക്ക് വയറുവേദന മാറി. ഞാൻ ഇന്നലെ മുതൽ ഗുളിക കഴിച്ചിട്ടേ ഇല്ല. ദൈവം വലിയൊരു സൗഖ്യം തന്നു. ബ്ലീഡിങ് നിന്നു. ഭയങ്കരമായിട്ട് ഓവർഫ്ലോ ആയിരുന്നു. ദൈവം അത്ഭുതമായിട്ട് എനിക്ക് സൗഖ്യം തന്നു. നന്ദി കർത്താവ്. കൊടുത്ത വിടുതലിന് നന്ദി പറയുന്ന പ്രിയ സഹോദരി പറഞ്ഞതുപോലെ തന്നെ കർത്താവ് കൊടുത്ത വേദനയിൽ നിന്ന് മോചനവും സൗഖ്യത്തിനും നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് സൗഖ്യമാക്കിന് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും? ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഇന്നലെ എനിക്ക് സിമ്മും കാണാതെ പോയായിരുന്നേ. അപ്പം ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം. എനിക്ക് സൂം കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ അപ്പൊ തന്നെ എനിക്ക് ആ സിം രണ്ടും കിട്ടി. നന്ദി കർത്താവെ. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ ഞാൻ പറഞ്ഞ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കാൻ തയ്യാറായ ഏത് കാര്യവും കർത്താവ് സാധ്യമാക്കും. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഞാനൊരു സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞു. ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് എല്ലാരും കിടന്നു. ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ഓഫ് ചെയ്ത. പിന്നെ എന്റെ ഹസ്ബൻഡ് കുറേ നാളായിട്ട് മദ്യപിക്കുമായിരുന്നു. ഈ അടുത്ത കാലത്ത് ഭയങ്കരമായിട്ട് മദ്യപിക്കുമായിരുന്നു. അത് ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ പ്രാർത്ഥന കേൾക്കുമ്പോഴൊക്കെ ചില ദിവസം മദ്യപിച്ച് എന്നെ വഴക്കുറയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴേക്ക് എന്താണ് എന്റെ മക്കൾ എന്നോട് പറഞ്ഞു, പപ്പ എങ്ങനെ മദ്യപിക്കുന്ന അമ്മ, എന്റെ ഉള്ളിൽ എന്നെയാണ് നമ്മ അന്വേഷിക്കുന്നത്. ഞാനിക്ക് അന്വേഷിച്ചിട്ട് അതൊന്നും കിട്ടത്തൊന്നുമില്ല. ഞാനത് അന്വേഷണോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ പ്രാർത്ഥനയിലൊക്കെ അവസാനം ഞാനത് വർഗീസ് ബ്രദറിനെ വിളിച്ച് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. അതിനുശേഷം ഈ 2-3 ദിവസം കൂടെ മദ്യപിച്ചു. വളരെ നാളായിട്ട് മദ്യപിച്ചുകൊണ്ടിരുന്ന ആള് കഴിഞ്ഞ ദിവസങ്ങള് 21-ാം തീയതി 15-ന് ശേഷം മദ്യപിച്ചിട്ടേ ഇല്ല. അതാണ് വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. എന്നോട് പറഞ്ഞു ഇനി ഞാൻ മദ്യപിക്കത്തേ ഇല്ല എന്ന് പറഞ്ഞു. തനിയാണെങ്കിലും കഴിക്കാനായിട്ടുള്ള ടെൻഡൻസി ഉള്ള ആളിപ്പോ ഒട്ടും മദ്യപാനമില്ല. വലിയൊരു സാക്ഷ്യമാണ്. തീർച്ചയായിട്ടും മദ്യപാനത്തിന്റെ ദുരാത്മാവ് വിട്ടുപോയതാണത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം ഇത്രയും വർഷമായിട്ട് മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതം നിർത്തണമെങ്കിൽ ഇത് ദൈവത്താൽ മാത്രമാണ് നടക്കുന്നത്. കർത്താവ് മദ്യപാനത്തിന്റെ ദുരാത്മാവിനെ പുറത്താക്കിയതാണ്. എല്ലാ കുടുംബങ്ങളും കേട്ടോണം, നിങ്ങൾ പുറത്താക്കണം. മദ്യപാനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളാണ്. അതിനെ പിടിച്ചു കെട്ടുമ്പോൾ തന്നെ ആ വ്യക്തി പറഞ്ഞിട്ട് ഞാൻ മേലാൽ മദ്യപിക്കത്തില്ല. അതുപോലെ ടെൻഡൻസി ഉള്ള മനുഷ്യനായിരുന്നു. ടെൻഡൻസി കൊണ്ടുവരുന്ന പിശാചി വിട്ടുപോയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. അതുപോലെ തന്നെ പുള്ളിയുടെ ഓഫീസില് പുള്ളിക്കെതിരായിട്ട് ഒരാള് വല്ലാതെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് അറിയാമെങ്കിലും അത് നേരിട്ട് നമുക്ക് ബോധ്യം തരത്തക്ക വിധത്തിൽ പുള്ളി ഒരു ഷോക്കോസ് നോട്ടീസ് പോലെ ഇപ്പൊ കൊണ്ടു തന്നു. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഈ പുള്ളിക്കാരന് ഇതിന്റെ സ്വാധീനം, ഈ മനസ്സിന്റെ പ്രയാസങ്ങളൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത്. അതുപോലെ അന്ന് ബ്രദർ എന്നോട് പറഞ്ഞായിരുന്നു, ഒരു വീടിന്റെ അടുത്തൊരു പുളിമരം വലിയതുണ്ടായിരുന്നു, അത് വെട്ടി. അപ്പൊ അത് വെട്ടുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചേട്ടനും ചേച്ചിയും തൊട്ടുപ്പുറത്ത് താമസിക്കാൻ വന്ന് അങ്ങനെ അവരുടെ ഒരു സ്വാധീനം കൊണ്ട് അത് വെട്ടിയത്. എന്നാലും അവർ ഒരുപാട് ദ്രോഹങ്ങള് നമ്മൾക്ക് ഒന്നും പറയാതെ തന്നെ നമ്മളോട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതെല്ലാം ഈ ദിവസങ്ങളില് ബ്രദർ ഇത് പറഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഒന്നിച്ച് അവര് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ടൂറിന് പോകാമെന്ന് പറഞ്ഞു. ഒരു വലിയ അത്ഭുതമായിട്ടാ തോന്നുന്നത്. അവരുടെ ഉള്ളിലുള്ള പിണക്കം പോയതുപോലെയാണെന്നാ തോന്നുന്നത്. ഞങ്ങൾക്ക് പക്ഷെ മാനസികമായിട്ടത് പോകാനൊരു താല്പര്യം ഇല്ലാതെ മോള് ബാംഗ്ലൂർ പഠിക്കുന്നത്. അപ്പൊ അത് കാരണം ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. പക്ഷെ അതും അവരുടെ ആ അകൽച്ച ഉണ്ടായിരുന്നത് മാറുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വിരോധമായി നിൽക്കുന്നത് ആരുമായിക്കോട്ടെ, നമ്മൾ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അനുകൂലമാക്കുന്നതാണത്. ധൈര്യമായിട്ട് പൊക്കോണം. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ തന്നെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്നാണ് വചനം പറയുന്നത്. ധൈര്യമായിട്ടിരിക്കുക, അവരോടുമായിട്ട് കൂടുതൽ അടുക്കുക, അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളിലൂടെ അവർ യേശുവിലേക്ക് വരുവാൻ ഇടയായിത്തീരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എനിക്കൊരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു. അത് എന്റെ കാലിങ്ങനെ ഒരു സൈഡില് ആണിയുടെ രോഗം ഉണ്ടായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു കാലിന്. ഇന്നലെ പ്രാർത്ഥിച്ചപ്പോ ഇന്നലേക്ക് പറയാൻ പറ്റില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് അത് കുറഞ്ഞു.
ഇല്ല, ഇപ്പൊ വേദന ഇല്ല. ഓ വലിയ കാര്യമാണ്. ആ പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയണ്ട്. ഒരു 10 കൊല്ലായി മരത്തുമ്മേന്ന് വീണ ഒരു ചേട്ടന്റെ കൂട്ടുകാരനാണ് ഇങ്ങനെ കിടന്നിരുന്നത്. അപ്പൊ ആ ആള് ഇപ്പൊ കാലിങ്ങനെ എക്സസൈസ് ചെയ്തപ്പോ കാലിന്റെ ഈ തൊടയുടെ എല്ല് ഒടിഞ്ഞു. അത് നാളെ അതിന് ഓപ്പറേഷത്തിന് കയറുന്നത്. അപ്പൊ ഞാൻ ഇന്ന് സൂമിന്റെ നമ്പറൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട്, കിട്ടിയില്ല എന്ന് തോന്നുന്നു അവൾക്ക്. അപ്പൊ ഫസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് വലിയ അത്ഭുതം ചെയ്യുക തന്നെ. സിസ്റ്റർ എത്ര നാളായിട്ട് ഈ ആണിയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വേദന? ഇത് ഉണ്ടായിട്ടൊരു 11 കൊല്ലായിട്ടുണ്ട്. ഇപ്പൊ സിസ്റ്റർക്ക് വേദന ഫീൽ ചെയ്യുന്നില്ല അവിടെ? ഇല്ല, ഇപ്പൊ ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ അതില് കുറഞ്ഞു. ഓ, കുറഞ്ഞെന്നാണോ മാറിയെന്നാണോ? മാറി. അത് വ്യക്തമായിട്ട് പറയണേ, ശ്രദ്ധിച്ചോണം. 11 വർഷമായിട്ട് നമുക്കറിയാം ആണിരോഗം വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള രോഗമാണ്. സഹോദരി 11 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയാണ്. പക്ഷെ ഇന്നലത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ആ വേദന അവിടുന്ന് മാറി. അങ്ങനെയെങ്കിൽ അതിന്റെ എല്ലാ ബുദ്ധിമുട്ടും വേരോടെ അവിടുന്ന് മാറിപ്പോകും കേട്ടോ. വലിയ സാക്ഷ്യമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗക്കിടക്ക എടുത്തു നടക്കുക എന്ന് യേശു പറഞ്ഞതുകൊണ്ട് ഞങ്ങളും കൽപ്പിക്കുന്നു. ആ മകൻ വല്ലാതെ വീഴ്ച നിമിത്തം ഭാരപ്പെടുന്നല്ലോ. അപ്പൊ ഇപ്പോൾ തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ അഭിഷേകത്താൽ പ്രാർത്ഥിക്കുന്നു. യേശുവേ, മകൻ യേശുവിന്റെ നാമത്തിൽ വിടുതലാകട്ടെ, നടക്കട്ടെ, ഓടട്ടെ, ചാടട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. തീർച്ചയായിട്ടും സിസ്റ്റർ ധൈര്യമായിട്ടിരിക്കും. അവരെ കൽപ്പിച്ച് പ്രാർത്ഥിച്ചോണം കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും പറഞ്ഞാട്ടെ സാക്ഷ്യം? പറഞ്ഞോ, സാക്ഷ്യം പറഞ്ഞു. ആ ഞങ്ങള് സെപ്റ്റംബർ 3-ാം തീയതിയാണ് ആദ്യമായിട്ട് ഈ സൂമിയായിട്ട് പങ്കെടുത്തത്. അന്ന് എന്റെ ഭർത്താവിന് അരിശങ്കർന്നൊരു ഈ പാർക്കിൻസോണിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് പിന്നെ അന്ന് ഇരുന്നപ്പോ പിന്നെ കണ്ടതേ ഇല്ല ഞാൻ. മറ്റൊക്കെ ഇരുന്നാല് വറുത്തോണ്ടേ ഇരിക്കുമായിരുന്നു. ആ സൂമിന് കഴിയുന്ന വരെ ഞാൻ ശ്രദ്ധിച്ചു. 10 മിനിറ്റ് ശ്രദ്ധിച്ചു. വേറൊന്നും ഉണ്ടായിരുന്നില്ല. പോയി ഇനി ഉണ്ടാവില്ല ഞാൻ വിശ്വസിച്ചത്. പിറ്റേന്ന് കുറച്ച് അന്ന് അതിനുശേഷം അവരുടെ ശക്തി കുറഞ്ഞതിന് വറുച്ചോണ്ടിരിക്കുന്നു. ശക്തി കുറഞ്ഞതിന് പിന്നെ അതിന്റെ സ്പീഡും സമയം കുറഞ്ഞതിന്. മറ്റു കുറെ സമയം ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ കുറച്ച് സമയമേ ഉള്ളൂ. ശക്തി കുറഞ്ഞുണ്ടായിരുന്നു. കൈ വിറയ്ക്കുന്ന അല്ലേ? ഇല്ല, കൈ വിറയ്ക്കുന്നത്. ആ കൈയും കാലും വലത് കൈയും വലത് ഇത് പ്രാർത്ഥനയ്ക്ക് കയറാൻ തുടങ്ങിയപ്പോ വിറയല് കുറഞ്ഞു, ശക്തി കുറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ കൈവച്ച് പറഞ്ഞോണം, യേശു ഈ രോഗത്തെ വഹിച്ചതാ. കർത്താവിന്റെ അടിപ്പിണരാൽ ഈ വിറയല് പൂർണ്ണമായി മാറിയിരിക്കുന്നു. കൽപ്പിച്ചോണം, എല്ലാ ദിവസവും പറഞ്ഞു കേട്ടോ. മരുന്ന് കഴിക്കുന്നത് പോലെ വചനം കഴിച്ചോണം. ആ വ്യക്തി ഓടി നടന്ന യേശുവിന്റെ സാക്ഷിയാവും കേട്ടോ. ഇന്ന് ഈ വ്യത്യാസം ചെറിയൊരു കാര്യമല്ല. പ്രാർത്ഥനയുടെ ശക്തിയാണ്, വചനത്തിന്റെ ശക്തിയാണ്. അത് പൂർണ്ണമായിട്ട് കേട്ടതുപോലെ വലിച്ചടിപ്പിച്ചോണം കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എന്തോ നിങ്ങൾ ഈ സാക്ഷി ഒരു നിമിഷം സിസ്റ്റർ, ഈ സാക്ഷ്യം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് വചനങ്ങൾ അനേകർ കാണുന്നുണ്ട്, പക്ഷെ സാക്ഷ്യങ്ങൾ ആളുകൾ കാണുന്നത് വളരെ കുറവാണ്. കാരണം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ്. ഞാനത് ലിങ്ക് അയക്കും. ഇത് കൊടുക്കണം. കാര്യം നിങ്ങളിപ്പോ എത്രയോ സാക്ഷ്യങ്ങൾ കേട്ട്, വർഷങ്ങളായിട്ടുള്ള രോഗങ്ങൾ, ബന്ധനങ്ങൾ, മദ്യപാന ദുരാത്മാക്കൾ, നിങ്ങൾ ഭവനത്തിനോട്ട് ഇത് കൊടുക്കുക. അനേകർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കൊടുക്കുന്ന എനിക്കറിയാം. ഇത് ലൈവിൽ കാണുന്നവർ എല്ലാവരും ഞാൻ പറയും, നിങ്ങൾ കൊടുക്കുക. എന്തിനും അടി കാണിക്കുന്നു? ഒരു വ്യക്തി നീ വചനം കേട്ട് ഒരു വ്യക്തി സൗഖ്യമാകുകയും വിടുതൽ കൊടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ അനുഗ്രഹം ഉണ്ടാകും. ഞാൻ എപ്പോഴും പറഞ്ഞു, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കിട്ടുന്ന അവസരമാണ്. നമ്മൾ അധികം നോക്കി എന്തോരം ഷെയർ ചെയ്യുന്നല്ലേ, അനാവശ്യമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ. അതൊക്കെ നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക. ദൈവരാജ്യത്തിന് വേണ്ടി ഓടുക. കർത്താവിന്റെ രാജ്യത്ത് ഇത് ഒരു രോഗി ഇത് കേൾക്കുമ്പോൾ സൗഖ്യമാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലമുണ്ട്. ദൈവരാജ്യത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെടുന്നു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ, സാക്ഷ്യം പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. എന്റെ നാത്തൂന്റെ മരുമകള് ഇന്നലെ കാലത്ത് 9 മണിക്ക് പ്രസവത്തിന് വേണ്ടി പ്രസവ റൂമിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. 10 വർഷമായിട്ട് അവർക്ക് കുട്ടികളില്ലാതെ ഇരുന്നിട്ട് ഉണ്ടായ കുട്ടിയാണ്. അപ്പൊ ഇന്നും പ്രസവം വൈകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് കാലത്ത് ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങള് ഹിന്ദുക്കളാണ്. അവരുടെ രീതിയിൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ബൈബിളും കൈ കൊണ്ട് പോയി ആ റൂമിന്റെ അകത്ത്, ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു, ആ റൂമിന്റെ അകത്ത് കഥ അടച്ചിട്ട് ഇന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇന്ന് ഒരു 11:30 ആയപ്പോൾ അത്ഭുതകരമായിട്ട് പ്രസവം തന്നെ സംഭവിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു ഓപ്പറേഷൻ കൊണ്ടുപോകും, ഓപ്പറേഷൻ നടക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഓപ്പറേഷൻ മാറ്റിവെച്ച് ദൈവം അവിടെ
പ്രസവം തന്നെ നടത്തി. എനിക്കൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി. അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവം എന്റെ കണ്ണി കൂടെ അങ്ങനെ കാണിക്കുകയായിരുന്നു ആ പ്രസവം അവിടെ നടക്കണതായിട്ട്. അപ്പോ ദൈവം ചെയ്ത അത്ഭുതം തന്നെയാണ് ഞാനത് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവിന്റെ അത്ഭുതകരമായ പ്രവർത്തിക്ക് നന്ദി. കർത്താവ് കൊടുത്ത അത്ഭുതത്തിന് നന്ദി. ഈ സിസ്റ്റർ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. അനേക ഉദരങ്ങളെ തുറന്നോണം യേശുവിന്റെ നാമത്തിൽ. ഗോഡ് ബ്ലസ് യു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, പറഞ്ഞു. എനിക്ക് കഴിഞ്ഞ നവംബർ 14 ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു, വണ്ടിയിൽ നിന്ന് വീണ്. അത് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ അനർത്ഥമൊന്നുമില്ല, ദൈവം സൂക്ഷിച്ചെങ്കിലും എനിക്ക് ആ ബോഡി ചെന്ന് ഇടിച്ചതിന്റെ, റോഡിൽ ഇടിച്ചതിന്റെ ഒരു വേദന ഹാർട്ടിന്റെ ആ ഭാഗത്തും ഷോൾഡറിനും ഒക്കെ ഉണ്ടായിരുന്നു. അത് എത്ര ഇണക്കിയും മാറാതിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ബ്രദറിന്റെ പ്രയറിൽ ഞാൻ ഇരിക്കുമ്പം രോഗികൾക്കുള്ള പ്രാർത്ഥനയിൽ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പൂർണ്ണമായി ഇത് മാറിയിട്ട് ഞാൻ സാക്ഷ്യം പറയത്തോളൂ. അപ്പൊ ഇന്ന് എനിക്കത് പൂർണ്ണമായി മാറിയിരിക്കാൻ ഒരു വേദനയില്ലാത്ത ഒരു ഫീലാണ് എനിക്കുണ്ടായിരുന്നത്. വീഴ്ച നിമിത്തം ഉണ്ടായതല്ലേ? അതെ. എത്ര നാളെ സിസ്റ്ററെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന വേദന? രണ്ടാഴ്ച. ആ വീണ അന്ന് തൊട്ട് തുടങ്ങിയതാണ്. യേശുവേ, എന്ന് കർത്താവിന്റെ വലിയ കൃപ ആ വേദനയാൽ പ്രിയമകള് ഭാരപ്പെടുമായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചതിന് ശേഷം പൂർണ്ണമായിട്ട് കൺഫർമേഷൻ കൊടുത്തു. ഇപ്പൊ ഒട്ടും വേദന എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം സാക്ഷ്യം പറഞ്ഞല്ലേ? നന്ദി കർത്താവേ, അങ്ങ് പൂർണ്ണ സൗഖ്യത്തിന് നന്ദി യേശുവിന്. ഈ കൂട്ടത്തിൽ തന്നെ രോഗികളായി മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൈവച്ച് പറഞ്ഞോണം. ഇതിന്റെ കൂട്ടത്തിൽ ചെക്ക് ചെയ്തോണം, എന്താണോ കഴിയാത്ത ബുദ്ധിമുട്ട് ചെയ്തു നോക്കുക. ആ വേദന അവിടെ നിന്ന് മാറിയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പ്രാർത്ഥിക്കുമ്പോ നമ്മൾ ആകാശമണ്ഡലവും ആകാശ നക്ഷത്രങ്ങളും വന്ന് നമ്മുടെ മീറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. എന്താ അതങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ദിവസങ്ങളിൽ സ്പിരിച്വൽ വാർഫെയറിനെ പറ്റി പറഞ്ഞു. അങ്ങനെയുള്ള ദർശനങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് എന്താണോ ഫീലിങ്സ്, ഭയമാണോ, ഭാരമാണോ, സന്തോഷമാണോ, ഇത് തിരിച്ചറിയണം. ഇനി നമുക്ക് ഭയങ്കരമായിട്ട് അത് ടെൻഷനോ ഭാരം കൊണ്ടുവന്നെങ്കിൽ യേശുവിന്റെ നാമത്തെ തന്നെ വെട്ടിമാറ്റുന്ന പറയണം കേട്ടോ. ഞാൻ പറഞ്ഞു, നമുക്ക് സ്പിരിച്വൽ സെൻസേഷനുകൾ ഉണ്ടാവും. ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ തമ്പുരാൻ വെളിപ്പെടുത്തുമ്പോൾ അതിനെ വെട്ടുവാൻ നമുക്ക് വാളിരിപ്പുണ്ട്. ആ വാളാകുന്ന വചനം കൊണ്ട് വെട്ടിക്കോണം. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ? ഹലോ ബ്രദർ. എനിക്ക് ഇന്നത്തെ മെസ്സേജിൽ എനിക്ക് വിക്ടിബിളിനെ പറ്റി ബ്രദർ സംസാരിച്ചായിരുന്നല്ലോ. അപ്പൊ 4-5 ദിവസത്തിന് മുന്നേ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. അപ്പൊ 35 വർഷം മുമ്പ് ഞങ്ങൾക്ക് ആ ഒരു ചർച്ച ഉണ്ട്. അപ്പൊ അവിടെ ഞാനിങ്ങനെ നിൽക്കുന്നു. അപ്പൊ അവിടെ കുറെ പേരുണ്ട്, ഫ്രണ്ട്സ് ഒക്കെ. അപ്പൊ കുറെ കാട് പിടിച്ചിരിക്കുന്ന സ്ഥലമാണ്. അങ്ങോട്ട് പോകാനായിട്ട് ഭയം തോന്നുന്നു, പാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. പക്ഷെ ഞാനിങ്ങനെ നിൽക്കുവാണ്. അപ്പൊ നിൽക്കുന്ന സമയത്ത്, അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് തന്നെ എന്റെ പാദത്തിന്റെ മേളിലായിട്ട് ഈ പാമ്പ് ഇങ്ങനെ ചുറ്റുന്നു. പക്ഷെ അത് നാച്ചുറൽ ആയിട്ടുള്ളതല്ല, വിസിബിൾ ആണ്. ഈ ഗ്ലാസ് പോലെ അല്ലെങ്കിൽ വെള്ളം, ആ ഒരു രൂപം മാത്രം. പക്ഷെ എനിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, വേറെ ആർക്കും കാണത്തില്ല. ഇന്നത്തെ മെസ്സേജ് കേട്ടപ്പോ ഞാൻ പെട്ടെന്ന് ഉണർന്നിട്ട് ഞാൻ ചിന്തിച്ചു, ഇനി അതുകൊണ്ടാണോ ഞാൻ നടക്കാത്തതിന്റെ കാരണം അതാണോ, അത് ദൈവം എനിക്ക് കാണിച്ചു തന്നതാണോ എന്ന് ഇന്നത്തെ മെസ്സേജ്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നു, വചനമാകുന്ന വാളുകൊണ്ട് ഞാൻ അതിനെ മനസ്സ് കണ്ടിട്ട് ഞാൻ അതിനെ വെട്ടി പ്രാർത്ഥിക്കുവാണ്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഇതായിരിക്കും ബ്രദർ അത്? ഇല്ല സിസ്റ്റർ, നമുക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ മേഖലയിൽ പല കാര്യങ്ങളും വെളിപ്പെടുത്തും. അത് നമുക്ക് ചിലപ്പോൾ അതിനെ വെട്ടേണ്ടതുണ്ട്, പക്ഷെ നമുക്കത് ദോഷമായി വരികയില്ല. നമുക്ക് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഒരു പോലീസ് ഓഫീസറോട് പറയുന്നു, ഒരു SIയോട് പറയുന്നു, ഈ കാര്യങ്ങൾ പോയി ചെയ്യുക. ആ വ്യക്തിക്ക് അധികാരമുള്ളത് കൊണ്ടാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നവർ ചുമതലപ്പെടുത്തുന്നത്. അതേപോലെ നമുക്ക് തമ്പുരാൻ വെളിപ്പെടുത്തുന്നത് നമ്മുടെ ആയുധം തന്നതുകൊണ്ടാണ്. നമ്മളാണ് വെട്ടുവാൻ വേണ്ടി. അതുകൊണ്ടാണ് ബലവാനെ പിടിച്ചു കെട്ടുവാൻ നമുക്ക് അധികാരമുണ്ട്. പാമ്പുകളെയും തെറുകളെയും ശത്രുവിന്റെ സ്ഥലത്ത് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. അപ്പൊ ചിലത് വെളിപ്പെടുത്തുമ്പോൾ അതിനെ വെട്ടിക്കോണം. അത് നമുക്കും വ്യക്തിപരമായി മാത്രമല്ല, നമ്മുടെ പലർക്കും ചിലപ്പോൾ ഇത് വിടുതലാണ്. പ്രത്യേകിച്ച് ആ ദേശത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടിയാ കേട്ടോ. തീർച്ചയായിട്ടും ഏറ്റെടുത്തോ കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞു, സമയത്ത് മുന്നോട്ട് പോയേ. പെട്ടെന്ന് പറഞ്ഞു ബ്രദറെ. ഒരു 1-2 ആഴ്ചക്ക് മുന്നേ ബ്രദറെ എന്റെ ഭർത്താവിന്റെ പേര് വിളിച്ചിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അന്ന് എന്റെ അടുത്ത് പറഞ്ഞു, തൊട്ടടുത്ത വീട്ടില് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. ഞാന് ഇപ്പം ഹൈദരാബാദിലാണ്. ഇവിടെ തൊട്ടടുത്ത് ഫ്ലാറ്റിൽ ഒരു ഫാമിലി താമസിക്കുന്നുണ്ട്. അപ്പൊ ആ പുള്ളിക്കാരനാണെങ്കിൽ
എന്നും വൈകുന്നേരം രാത്രി ആകുമ്പോഴത്തേക്ക് 2-3 ആണുങ്ങളായിട്ട് അവിടെ വരും, മദ്യപിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പം ഞാന് ജോലി കഴിഞ്ഞ് രാത്രി വരും, മിക്ക ദിവസം ഈ കൊച്ചു പെൺകുട്ടി സ്റ്റെപ്പിന്റെ അവിടെ പേടിച്ച് വന്ന് ഒഴിഞ്ഞേക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ സൂം മീറ്റിങ്ങിന് കയറുന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ആ വീട്ടിലൊരു ഇത് കൊടുക്കണം, നമുക്ക് അവരുടെ സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ദൈവമായിട്ടൊന്ന് ഇടപെടണേ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അകത്തൊക്കെ വെച്ചിട്ട്. ഞാൻ അതുമില്ല, അതിന്റെ ആ ഒരു 3 പെൺകുട്ടികളാണുള്ളത്. ഞാൻ ഇന്നും പ്രാർത്ഥന ബ്രദർ പറഞ്ഞപ്പോ 1.5 ആഴ്ച കൊണ്ട് അവിടെ ആരും വരുന്നില്ല. അത് എന്റെ അടുത്ത് ഇങ്ങോട്ട് എന്തോ സംസാരിച്ചപ്പോ പറഞ്ഞ ദീദി ഇപ്പം ഇവിടെ ആരും വരുന്നില്ല എന്ന് പറയും. ദൈവം ഒരു വലിയൊരു വിടുതൽ ഞാൻ ആ കുടുംബത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് വലിയൊരു സാക്ഷ്യമാണ്. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ കർത്താവ് ഒരു കൺഫർമേഷൻ കൊടുത്തു. സഹോദരിയുടെ ഭർത്താവിന്റെ പേര് വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു തൊട്ടടുത്ത ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി. അപ്പൊ സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആ ഭവനത്തിന്റെ വേദന കണ്ടോ. നിങ്ങൾ തകർന്ന ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നുള്ള സൈനാണ്. നമുക്ക് സഹോദരി പറഞ്ഞ പോലെ തന്നെ നേരിട്ട് പോയി സംസാരിച്ചാൽ അങ്ങനെ മാറുന്ന വ്യക്തികളല്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. ഒരു കൺഫർമേഷൻ. ആ സഹോദരിയുടെ ഭർത്താവിന്റെ പേര് വെളിപ്പെടുത്തിയിട്ട് തൊട്ടപ്പുറത്തെ സിസ്റ്ററെ എന്നോട് ഞാൻ ചോദിച്ചോട്ടെ, ഭർത്താവിന്റെ പേരോ ഈ വിഷയമല്ലോ ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. കണ്ടോ, കർത്താവെ അങ്ങേക്ക് സ്തുതി. അതിനും എന്റെ ഭർത്താവിന്റെ പേര് വിളിക്കുന്നതിന് 1 ആഴ്ചക്ക് മുന്നേ ഞാൻ ബ്രദറിന്റെ അടുത്ത് പേഴ്സണലായിട്ട് സംസാരിച്ചു. അന്ന് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ പേരോ എന്റെ പേരോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഓ, ഈ വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അയൽപക്കത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഓ യേശുവേ. ഞാൻ പ്രാർത്ഥിച്ച ഒരു വിഷയം എനിക്ക് ബ്രദറിന്റെ അടുത്ത് പറയാൻ ഞാൻ അൻസി സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ വിളിച്ചു, ഞാനും ബ്രദറുമായിട്ട് സംസാരിച്ചു, അത്രയേ ഉള്ളായിരുന്നു. ഓ യേശുവേ, പേരൊന്നും പറഞ്ഞിട്ടില്ല, ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു പേര് കർത്താവെ ഞങ്ങളുടെ അത്ഭുതത്തിന് നന്ദി. കർത്താവ് വെളിപ്പെടുത്തിയ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ദൈവമേ ഞങ്ങളുടെ വലിയ ഇടപെടലിനായി നന്ദി പറയുന്നു. തൽക്കാലം നമ്മുടെ സാക്ഷ്യങ്ങളെ ഇപ്പോൾ നിർത്തുന്ന കാര്യം, സമയം നമുക്ക് ഒത്തിരി മുന്നോട്ട് പോയി. അപ്പൊ നാളെ മുതല് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്ക് ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. കർത്താവ് വെളിപ്പെടുത്തുന്നത് വെറുതെ എഴുതി വിടാതെ ഒരു കാര്യം വെളിപ്പെട്ടാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്പറുകളോ ബാക്കി കാര്യങ്ങളും കൂടെ ടൈപ്പ് ചെയ്യണം. ഒരു പേര് മാത്രം ഒന്നുകൊണ്ട് ബാക്കി ബ്രദർ പറയരുത്. നിങ്ങൾ വെളിപ്പെടുത്തുന്നത് നോക്കുക. അപ്പൊ അത് പ്രാർത്ഥന തുടങ്ങുമ്പോൾ മുതൽ ഇട്ടുകൊണ്ടിരിക്കരുത്, അത് ശരിയല്ല. ഞാൻ പറയുന്ന സമയങ്ങളിൽ മാത്രം അത് ഷെയർ ചെയ്യാൻ നിങ്ങൾ പഠിക്കുക. അപ്പൊ നമുക്ക് ആൾക്കാർക്ക് അത് കാണാനും ഒക്കെ ഒരു അവസരം ഉണ്ടാവും. സെപ്പറേറ്റ് എല്ലാ ദിവസവും അങ്ങനെ ചെറുതായിട്ട് ചെയ്യുക, ഓവറായിട്ട് ചെയ്യരുത്, ചെറുതായിട്ട് ചെയ്ത് നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് ആത്മമണ്ഡലങ്ങളെ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പഠിക്കുകയാണ്. സ്പിരിച്വൽ നിങ്ങൾ ഇപ്പം കേട്ടാൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് കർത്താവിന്റെ നാമത്തിൽ ഉപയോഗിക്കപ്പെടുന്നുള്ളത് ക്ലാസ്സുകളാണിത്. എങ്ങനെയാണ് കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുന്നത്, എങ്ങനെയാണ് പ്രവചനവരത്തിൽ നമുക്ക് ജ്വലിക്കുവാൻ കഴിയുന്നത്, ഇതെല്ലാം പൊതുപ്രയോജനത്തിനാണെന്ന് മറക്കരുത്, അനേകരെ സഹായിക്കുവാൻ വേണ്ടി. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഏപ്രിൽ മാസം നമ്മുടെ പ്രാർത്ഥന കേരളത്തിൽ നടക്കുന്നു. ഈ വരുന്ന ശനിയാഴ്ച അന്യഭാഷാ പ്രാർത്ഥന എറണാകുളത്ത് നടക്കുന്നു. 29-ാം തീയതി YMCA ചിറ്റൂർ YMCA വെച്ച് അതിന്റെ ലൊക്കേഷൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾ പോകരുത്. കർത്താവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഈ സാക്ഷ്യം കാണുന്ന ഏവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അഭിഷേകത്താൽ നിറയുന്നല്ലോ. നമുക്ക് കർത്താവിന്റെ നാമത്തിൽ വിതയ്ക്കുന്ന സമയമാണ്. എത്ര പേര് തയ്യാറാ? വിതയ്ക്കുവാൻ തയ്യാറാ? എത്ര പേര് വിതയ്ക്കുവാൻ തയ്യാറാ? ആമേൻ. ഇനി ശ്രദ്ധിച്ചോണം. ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ശേഷിപ്പുകൾ മാറ്റിവെക്കുക. കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടിയുള്ള ശേഷിപ്പുകളെ മാറ്റിവെക്കാൻ കിട്ടുന്ന അവസരമാണ്. ദൈവരാജ്യത്തിൽ മാറ്റിവെക്കുക. ഈ വരുന്ന ഏപ്രിൽ മാസം നടക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ പലയിടങ്ങളിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെയും നമുക്ക് ഓഡിറ്റോറിയങ്ങളായിട്ടും പല ടീമുകളായിട്ടും ഒക്കെ അതിനുവേണ്ടി ക്രമീകരണമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രയർ സ്റ്റേഷൻ പല രാജ്യത്തും, പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തുള്ളവരെ, കൊല്ലത്തുള്ളവരെ, പല രാജ്യത്തുള്ളവരെ നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിർബന്ധം അകത്തുണ്ട്. കേട്ടോണേ, അന്വേഷിക്കണം, അന്വേഷിക്കണം. ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം. കർത്താവിന്റെ നാമത്തിൽ വലിയ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് ഒരുക്കും. അപ്പൊ കർത്താവിന്റെ വേലയിൽ വിതയ്ക്കുന്ന സമയമാണ്. ദൈവരാജ്യത്തിന് നന്മകൾ എടുത്തു വെച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. വരാൻ പോകുന്ന വലിയ കൊയ്ത്ത്, സുവിശേഷത്തിന്റെ കൊയ്ത്തിനായി ഞങ്ങൾ വിതയ്ക്കുന്നപ്പ, ആത്മാക്കളെ കൊയ്തെടുക്കുവാൻ ഞങ്ങൾ വിതയ്ക്കുന്നപ്പ, ജോലിയിൽ, ബിസിനസ്സിൽ വർധനവിനെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ